വേട്ടക്കാർ അധ്യായം 33. എന്താടി പെണ്ണെ, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ സമയെ തടയാനായി മുന്നോട്ടാഞ്ഞു. അതേടാ, എനിക്ക് ഭ്രാന്താ. വേലിക്കമ്പുമായി അവൾ അവന്റെ നേരെ തിരിഞ്ഞു. ആ കണ്ണുകളിൽ പൂച്ചയുടേതുപോലെ ഒരു തിളക്കം അവൻ കണ്ടു. പാമ്പ് ചീറ്റും പോലെ അവൾ തുടർന്നു. എന്റെ വണ്ടി ഞാൻ തല്ലിപ്പൊളിക്കും, തീയിട്ട് കത്തിക്കും. അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ ആരുമല്ല, പക്ഷെ നിന്റെ തന്ത പാവപ്പെട്ടവരെ പറ്റിച്ച് കൊള്ളപ്പലിശയ്ക്ക് കാശ് കൊടുത്തുണ്ടാക്കിയ വണ്ടിയായത്. ഓർമ്മ വേണം. അവളൊന്ന് നീട്ടിത്തുപ്പി. ഇത്താപ്പ് മുതലാളിയുടെ മോടെ വണ്ടി തടയാൻ നീ ധൈര്യം കാണിച്ചു. എന്റെ ശരീരത്ത് തൊടാൻ നിനക്ക് ചങ്കൂറ്റമുണ്ടായി. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാമടാ നാറി നിനക്ക്. അവളുടെ ഭാവപ്പകർച്ച കണ്ട് സ്തബ്ധരായി നിൽക്കുകയാണ് തൊഴിലാളികളും ആ വഴി വന്ന യാത്രക്കാരും. അവൾ പല്ലിറുമുന്ന ശബ്ദം അവൻ കേട്ടു. വേണ്ട, കാണിക്കല്ലേ, അവൻ പരിഹസിച്ചു. ചുടലേക്ഷിയുടെ രൂപമുള്ള നിന്റെ ഒറിജിനൽ രൂപം കണ്ടാൽ ഞാൻ ഭയന്നില്ലെങ്കിലും ഈ പാവപ്പെട്ട ആളുകൾ ഭയന്നു പോകും. ആളുകൾ കേൾക്കെ തന്നെ കളിയാക്കുക അവൾക്ക് സഹിക്കാവുന്നതിലും അധികമായിരുന്നു അത്. ബീച്ച് വടി വലിച്ചെറിഞ്ഞ് അവൾ ഒരു വലിയ കല്ലെടുത്ത് അവനോടുള്ള ദേഷ്യം തീർക്കുന്നത് പോലെ സ്കോർപിയോയുടെ ഹെഡ് ലൈറ്റുകൾ ഇടിച്ചു പൊട്ടിച്ചു. പെട്ടെന്ന് പിന്നിൽ ഒരു വാഹനത്തിന്റെ ഹോൺ കേട്ടു. ഇന്ദ്രനും സമയവും ഒന്നിച്ച് തിരിഞ്ഞു നോക്കി. ചീറി വന്ന ഒരു പജേറോ. സ്കോർപിയോയ്ക്ക് തൊട്ടു പിന്നിൽ ബ്രേക്ക് ഇട്ടു. കൊടുങ്കാറ്റ് പോലെ അതിന്റെ ഡോർ വലിച്ചു തുറന്ന് സോണി പുറത്തേക്ക് ചാടി. എന്താ സമയെ, ഇവിടെ പ്രശ്നം? ചോദ്യം അവളോടായിരുന്നെങ്കിലും അവന്റെ നോട്ടം ഇന്ദ്രനിലായിരുന്നു. ഏട്ടാ, സമയ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു. ഈ റാസ്കൽ എന്റെ വണ്ടി തടഞ്ഞിട്ടു. ഗ്ലാസും ലൈറ്റുകളും തല്ലിപ്പൊട്ടിച്ചു. സോണി ഇന്ദ്രനെ നേരെ കുതിച്ചു. വരുത്തൻ കഴിവറുടെ മോനെ, നിനക്ക് ഇത്രയും അഹങ്കാരമോ? അവൻ ഇന്ദ്രനെ അടിച്ചു. പക്ഷെ അവൻ അടി തടഞ്ഞിട്ട് ഒരു കൈ പിടിച്ച് ഒന്ന് വട്ടം ചുറ്റി സോണിയെ സ്കോർപിയോയിലേക്ക് അമർത്തി പിടിച്ചു. നോക്ക്, ലെവലില്ലാത്ത പെങ്ങള് വല്ലതും വിളിച്ചു പറഞ്ഞെന്ന് കരുതി വഴക്കിന് വന്നാലുണ്ടല്ലോ. ഇത്താപ്പുവിന്റെ അല്ല, ഈദിയാമിന്റെ മോനാണെന്ന് പറഞ്ഞാലും അടിച്ച് വായിലെ പല്ല് പറിക്കും ഞാൻ. നല്ല കാലത്ത് പിന്നെ നിനക്ക് ചവച്ചരിച്ച് ഒന്ന് വിഴുങ്ങാൻ പറ്റത്തില്ല കേട്ടോടാ പന്ന പുന്നാര മോനെ. സോണി ക്ഷണത്തിൽ വിയർത്തുപോയി. ഇങ്ങനെയൊരു നാണക്കേട് ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അവൻ അല്പം ഒന്നടങ്ങിയെന്ന് തോന്നിയപ്പോൾ ഇന്ദ്രൻ പിടി തെല്ലയച്ചു. നീ ഈ നിൽക്കുന്ന ജനങ്ങളോടൊന്ന് ചോദിക്കടാ, വണ്ടിയുടെ ചില്ല് പൊട്ടിച്ചത് ആരാണെന്ന്. അവര് പറഞ്ഞു തരും. എന്നിട്ട് വാ എന്നോട് കൊമ്പ് കോർക്കാൻ. ഇന്ദ്രൻ അവനെ മുന്നോട്ട് തള്ളിവിട്ടു. കോപവും സങ്കടവും ഒന്നിച്ചടക്കി അവൻ ജനങ്ങളെ നോക്കി. ഇന്ദ്രൻ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ. പക്ഷേ ആരും ഒന്നും മിണ്ടിയില്ല, തലകുനിച്ച് നിന്നതേയുള്ളൂ. നിങ്ങളൊരുത്തനെ ഭയക്കണ്ട, സത്യം തുറന്നു പറഞ്ഞോ. ഇന്ദ്രൻ അവരെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ആരും അവന് അനുകൂലമായി മിണ്ടിയില്ല. സമയ വിജയഭാവത്തിൽ ചിരിച്ചു. അവരൊന്നും മിണ്ടത്തില്ലടാ. പോലീസ് വരുമ്പം അവര് പറയുമെന്ന് എനിക്കറിയാം. നീയാണിത് തല്ലിപ്പൊട്ടിച്ചത്. ഓഹോ. ഇന്ദ്രന്റെ ഞരമ്പുകൾ ഒന്നിച്ച് പിടഞ്ഞു മുറുകി. തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ചെയ്തിട്ട് അനുഭവിക്കുന്നത് തന്നെയാ. ഞൊടിയിടയിൽ അവൻ സമയ വലിച്ചെറിഞ്ഞ വേലിക്കമ്പ് കുനിഞ്ഞെടുത്തു. എന്തിനാണ് ഇവന്റെ പുറപ്പാടെന്നറിയാതെ സോണി ഉൾപ്പെടെയുള്ളവർ നെറ്റി ചൊളിക്കുമ്പോൾ അവൻ സ്കോർപിയോയുടെ പിന്നിലെയും സൈഡിലെയും ഗ്ലാസുകൾ തല്ലിപ്പൊട്ടിച്ചു. ഇന്ദ്ര അലറിക്കൊണ്ട് സോണി അവനെ വട്ടം പിടിച്ചു. പക്ഷെ ഇന്ദ്രൻ അവനെ കുടഞ്ഞെറിഞ്ഞു. പിന്നെ 4 ടയറുകളിലെയും കാറ്റ് അടിച്ചുവിട്ടു. സ്കോർപിയോ താഴേക്ക് അമർന്നു. ഇനി പോലീസിൽ വിളിച്ച് പറയടാ നിന്റെ പെങ്ങടെ വണ്ടി ഞാനങ്ങ് ചരിച്ചെന്ന്. അവൻ കൈ ചുരുട്ടി സോണിയോടടുത്തു. അവന്റെ കവളിൽ ആഞ്ഞൊന്ന് പൊട്ടിച്ചു. പ്രതികരിക്കാൻ കഴിയാതെ തരിച്ചു നിൽക്കുകയാണ് സോണി. തീക്കാറ്റ് പോലെ ഇന്ദ്രന്റെ വാക്കുകൾ ചുറ്റിയടിച്ചു. മക്കൾക്ക് ഭ്രാന്ത് വന്നാൽ അപ്പൻ ചങ്ങലക്കിടണം, അപ്പന് ഭ്രാന്ത് വന്നാൽ മക്കളും. പക്ഷെ വീട്ടിലുള്ള സകലതിനും ഭ്രാന്ത് വന്നാൽ ഇതുപോലെ നാട്ടുകാര് കൈകാര്യം ചെയ്തെന്നിരിക്കും. ചെന്ന് പറഞ്ഞേര് നിന്റെയൊക്കെ തന്തയോട്. മുണ്ട് മടക്കിക്കുത്തി അവൻ സമയക്ക് നേരെ തിരിഞ്ഞ് കൈ ചൂണ്ടി. പാവങ്ങളുടെ നെഞ്ചത്തു കൂടിയുള്ള നിന്റെ മരണപ്പാച്ചിൽ ഈ നിമിഷം നിർത്തിക്കോണം. പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നെങ്കിലും അളിഞ്ഞ പട്ടിയേക്കാൾ വെറുപ്പോടെയാ ഈ ആൾക്കാര് നിന്നെയൊക്കെ നോക്കുന്നത്, അറിയാമോടി. സമയയുടെ മുഖം ആദ്യമായി കുനിഞ്ഞു. നെഞ്ചി വിരിച്ച് ഇന്ദ്രൻ മുന്നോട്ട് നടന്നു. പിന്നെ തിരിഞ്ഞു നിന്നു. നീ എന്റെ ഓട്ടോ തകർത്തു. ഇനി അതിന്റെ കാശൊന്നും വേണ്ട എനിക്ക്. പകരത്തിന് പകരം ഞാൻ തന്നു എന്ന് കരുതിയാൽ മതി. അല്ലാതെ ഇനി അണ്ണാക്കിലേക്ക് ആപ്പടിക്കാൻ വന്നാലുണ്ടല്ലോ, കൈയും കാലുമില്ലാതെ നീയൊക്കെ ഇഴഞ്ഞേ നടക്കത്തുള്ളൂ, പുഴുക്കളെ പോലെ. മറക്കണ്ട. അവൻ നടന്നു നീങ്ങി. പ്രകൃതി പോലും നിശ്ചലമായിരിക്കുന്നുവെന്ന് ഏവർക്കും തോന്നി. ഏറെക്കാലത്തെ ഒരാഗ്രഹം നടന്നു കണ്ടതുപോലെ ജനം ഉള്ളിൽ ചിരിക്കുകയും ഇന്ദ്രനെ മനസ്സുകൊണ്ട് അഭിനന്ദിക്കുകയും ചെയ്തു. ഇവനാണ് ആൺകുട്ടി എന്നവർ മന്ത്രിച്ചു. വിവരമറിഞ്ഞ ഇത്താപ്പ് മുതലാളി കലികൊണ്ട് ചാടി എഴുന്നേറ്റു. അകത്തേക്ക് കുതിച്ച അയാൾ തിരിച്ചു വന്നത് ഒരു ഇരട്ടക്കുഴൽ തോക്കുമായാണ്. ആ പട്ടിയുടെ ആയുസ് തീർന്നു. 10 പേർ കാണുകെ അവന്റെ ചങ്ക് ഞാൻ തകർക്കും. വൈര, വണ്ടി എടുക്കടാ. മുറ്റത്ത് ഭയഭക്തി ബഹുമാനങ്ങളോടെ നിന്ന വൈരൻ ഉണർന്നു. മുതലാളി, ഇക്കാര്യത്തിന് വെറുതെ മുതലാളി തന്നെ ഇറങ്ങാന്ന് വെച്ചാൽ നാണക്കേടാ. പിന്നെ? ഇത്താപ്പു നെറ്റി ചുളിച്ചു. ഒന്നുകിൽ ഇക്കാര്യം എനിക്ക് വിട്ടുതാ, അല്ലെങ്കിൽ മുതലാളി തീറ്റി വളർത്തുന്ന പോലീസില്ലേ പുൽപ്പള്ളിയിൽ, ഒന്ന് വിളിച്ചു പറഞ്ഞാ പോരെ. അവനെ പട്ടിയെ വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ അവര് കൊണ്ടുപോട്ടെ. ഇത്താപ്പു ഒരു നിമിഷം നിന്നു. അനന്തരം അമർത്തിയൊന്ന് മോളിക്കൊണ്ട് ഫോണിനടുത്തേക്ക് പാഞ്ഞു. ഭവാനിയെ,
പത്തനാപുരത്ത് ബാങ്കർ സത്യനേശന്റെ അടുക്കളയിൽ ഉച്ചഭക്ഷണം ഒരുക്കുകയായിരുന്നു ജോലിക്കാരി. ആ വിളി കേട്ട് അമ്പരപ്പോടെ തിരിഞ്ഞു നോക്കി. അവർക്ക് കണ്ണുകളെ വിശ്വസിക്കാനായില്ല. തന്റെ തൊട്ടു പിന്നിൽ ശിവജി നിൽക്കുന്നു, ഒപ്പം കൊടുവാൾ സത്താറും മറ്റൊരാളും. സത്താറിനെ നേരത്തെ അവർക്കറിയാം, പലവട്ടം അവിടെ വന്നിട്ടുള്ളതാണ്. താൻ അറിയാതെ എങ്ങനെ ഇവർ ഇവിടെ എത്തി? ഗേറ്റിൽ വാച്ചറുണ്ട് താനും. ഭയവും പരിഭ്രമവും ഒന്നിച്ച് അവരെ പൊതിഞ്ഞു. നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? ഇറങ്ങു പുറത്തേക്ക്, അവർ ഒച്ചയുയർത്തി. ഞൊടിയിടയിൽ ശിവജി അവരുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. നിനക്ക് ചാകണോടി നായേ, വേണ്ടെങ്കിൽ മിണ്ടാതെ നിന്നോണം. അവൻ പിടി പതുക്കെ ഒന്നയച്ചു. ഭവാനിയുടെ നെഞ്ചിടം തിടുക്കപ്പെട്ട് ഉയർന്നു താണു. എന്നെ ഒന്നും ചെയ്യല്ലേ ശിവജി. അത് ശരി, അപ്പോൾ നിനക്ക് പേടിയുണ്ട്. ഇന്നലെ എന്നെ ചായ തന്ന് മയക്കിയപ്പോൾ നിനക്ക് യാതൊരു കുറ്റബോധവും തോന്നിയില്ലല്ലോ. ശിവജി പല്ല് കടിച്ചു. അത് പിന്നെ കൊച്ചുമുതലാളി പറഞ്ഞപ്പം അവൻ എന്തു പറഞ്ഞാലും നീ ചെയ്തു കൊടുക്കും അല്ലേടി? എനിക്കറിയാം, അതുകൊണ്ടല്ലേ അവൻ നിന്റെ കെട്ടിയോനെ ചവിട്ടിക്കൂട്ടി ആറ്റിൽ താഴ്ത്തിയത്. കിടുങ്ങി വിറച്ചുപോയി ഭവാനി. അവരുടെ മുഖം കുനിഞ്ഞു. എന്താടി, നിന്റെ വായിൽ നാക്കില്ലേ? ശിവജി, പട്ടിച്ചി. അന്ന് നിനക്ക് കെട്ടിയോനെ വേണ്ടായിരുന്നു, അതല്ലേടി കാര്യം. അത് പോട്ടെ, എന്നെ മയക്കി കിടത്തിക്കൊടുത്തതിന് അവൻ നിനക്കെന്ത് തന്നു? നിന്റെ കൊച്ചുമുതലാളി. ഭവാനി മിണ്ടിയില്ല. എടി പറയാൻ. ശിവജി അവരുടെ കഴുത്തിൽ പിടിച്ച് മേലേക്കൊന്ന് ഉയർത്തി. 1000. ഭവാനി പെട്ടെന്ന് പറഞ്ഞു പോയി. അവൻ അവരെ അടിമുടിയൊന്ന് നോക്കി. നിന്റെ വല്യ മുതലാളി എന്തിയടി? പീരുമേടിന് പോയി. പിന്നെ നീ ആരുടെ അണ്ണാക്കിലേക്ക് ഉരുട്ടിത്തള്ളാനടി സദ്യയൊക്കെ ഒരുക്കുന്നത്? അത് പിന്നെ കൊച്ചുമുതലാളി വരുമ്പം. ഓ, അവനെ ഊട്ടാൻ. വല്യ മുതലാളി ഇന്ന് വന്നില്ലേല് ഇവിടെ നിനക്കും അവനും കൂടി ശിവരാത്രി ആടാമല്ലോ അല്ലേ? രക്ഷയ്ക്കായി ഭവാനി ചുറ്റും നോക്കി. ശിവജിക്ക് അത് മനസ്സിലായി. വേണ്ട ഭവാനി, ഒരടി നീങ്ങാൻ പറ്റത്തില്ല നിനക്ക്. അതിനു മുൻപ് നിന്നെ ഞാൻ വലിച്ചു കീറും. അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നോ. എന്നെ വിശ്വം മുതലാളി കൊണ്ടുപോയ കാര്യം സത്യനേശനോട് നീ പറഞ്ഞോ? ഇല്ല. നന്നായി, നീ അത് പറയരുത്. സത്യനേശനോടല്ല, ആരോടും. അതിനാ ഞങ്ങളിപ്പോ വന്നത്. നിന്റെ കൊച്ചുമുതലാളിയെ ഞങ്ങള് ഒരിടത്തേക്ക് അയച്ചേക്കുക. അവിടേക്ക് നിന്നെയും പറഞ്ഞു വിടാൻ. ഇവിടത്തെ പോലെ അവിടെയും അവന് നീ കൂട്ടുവേണ്ടേ? വാക്കുകളിൽ ഒളിഞ്ഞിരുന്ന അപകടം ഭവാനി തിരിച്ചറിഞ്ഞു. ശിവജി, എന്നെ കൊല്ലരുത്. എന്റെ കൈകൊണ്ട് മരിക്കാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. ഭവാനിക്ക് ഒരു കാര്യം കൂടി ഉറപ്പായി. വിശ്വൻ മുതലാളി ജീവനോടെയില്ല. ഉണ്ടെങ്കിൽ ഇവൻ തിരിച്ചു വരില്ലല്ലോ. സത്താറേ, ശിവജി വിളിച്ചു. എന്താ മുതലാളി? ഭവാനിക്ക് മദ്യം വലിയ ഇഷ്ടമാ. വിശ്വനാ കൊടുത്ത് പഠിപ്പിച്ചത്. അവസാന നേരത്ത് നമ്മളത് കൊടുത്തില്ലേ ഇവിടെ ആത്മാവിന് മോക്ഷം കിട്ടത്തില്ല. സത്താർ പാൻസിന്റെ കീശയിൽ നിന്ന് ഒരു പൈന്റ് വിസ്കി എടുത്തു. ഭവാനി പിന്നോട്ട് മാറി. എനിക്ക് വേണ്ട. അങ്ങനെ പറയല്ലേ. അവർക്ക് ഒപ്പമുണ്ടായിരുന്ന ആൾ ഞൊടിയിടയിൽ അവരെ പിടിച്ചമർത്തി. സത്താർ അവർക്ക് നിലവിളിക്കാൻ കഴിയും മുമ്പ് മദ്യക്കുപ്പി വായിലേക്ക് കുത്തിപ്പിടിച്ചു. ഭവാനി തുപ്പിക്കളയാൻ ഒരു ശ്രമം നടത്തി നോക്കി. കഴിഞ്ഞില്ല. ശിവജി കൈചുരുട്ടി അവരുടെ വയറ്റത്തടിച്ചു. അതോടെ മദ്യം അകത്തേക്ക് പോയി. കുപ്പിയിലുണ്ടായിരുന്ന മദ്യത്തിന്റെ മുക്കാൽ ഭാവം ഭവാനിയുടെ വയറ്റിലായി. സത്താർ കുപ്പി തിരിച്ചെടുത്തു. ഭവാനി കണ്ണുകൾ തുറക്കാൻ പാടുപെട്ടു. പിടിവിട്ടതും അവർ വേച്ചു വീണു. അന്നനാളവും ആമാശവും പൊട്ടിത്തകരും പോലെ. ശിവജി. അവരെന്തോ പറയാൻ ഭാവിച്ചു. കഴിഞ്ഞില്ല. നാവ് കുഴഞ്ഞു. നല്ലൊന്നാന്തരം വിഷം ചേർത്ത വിസ്കിയ ഭവാനി തന്നത്. ശിവജി ചിരിച്ചു. പേടിക്കേണ്ട, നിന്റെ വല്യ മുതലാളിയും ഉടനെ അങ്ങോട്ട് അയക്കും ഞാൻ. കഴുത്തിൽ സ്വയം കുത്തിപ്പിടിച്ചുകൊണ്ട് പ്രാണവേദനയോടെ ഭവാനി പിടഞ്ഞു. സമയം പാഴാക്കാതെ ശിവജിയും സംഘവും പുറത്തിറങ്ങി പിൻഭാഗത്തെ വാഴത്തോട്ടത്തിൽ മറഞ്ഞു. ഇത്താപ്പൂവിന്റെ മക്കളും ഇന്ദ്രനുമായി ഉണ്ടായ പ്രശ്നം കാട്ടുതീയേക്കാൾ വേഗത്തിലാണ് മുള്ളംകൊല്ലി പഞ്ചായത്ത് മുഴുവൻ പരന്നത്. കേട്ടവർ മുഖത്ത് വിരൽ വെച്ചുപോയി. എന്നാലും അവന്റെ ധൈര്യം ഭയങ്കരം തന്നെ. ഇനി വല്ലതുമൊക്കെ നടക്കും. ഷാപ്പിലായിരുന്നു ചർച്ച. നേരിട്ട് കൊമ്പ് കോർത്തതല്ലേ, മുതലാളി ചുമ്മാതിരിക്കുമോ? ഇന്ദ്രന്റെ കാര്യം പോക്ക് തന്നെ. ഇത്താപ്പൂവിനോട് താല്പര്യമുള്ള ഷാപ്പുകാരൻ പറഞ്ഞു. അതൊക്കെ കണ്ടറിയണം. ഇന്ദ്രനുമുണ്ടൊരു ജനകീയ സേന. മറ്റൊരാൾ പിറുപിറുത്തു. കൊളവള്ളിയിലും സീതാമൗണ്ടിലുമുള്ള കുറെ പേര്. മുതലാളി മുന്നിൽ ചെന്ന് നിന്നാൽ മുണ്ടിൽ കൂടി മൂത്രമൊഴിക്കുന്നവര്. കാര്യം വരുമ്പം അറിയാം അവരൊക്കെ തിരിഞ്ഞോടുന്നത്. ഷാപ്പുകാരൻ വിട്ടുകൊടുക്കാൻ ഭാവമില്ല. SIയെ ഇന്ദ്രൻ തല്ലിപ്പരട്ടിയത് നമ്മളും കണ്ടതല്ലേ. എന്നിട്ടെന്തായി? അതൊക്കെ കാണാം. പറഞ്ഞു നിർത്തിയതേയുള്ളൂ. റോഡിലൂടെ പൊടി പറത്തിക്കൊണ്ട് ഒരു പോലീസ് ജീപ്പും അതിന് പിന്നാലെ നീലച്ചായമടിച്ച വലിയ വാനും പാഞ്ഞുപോയി. സീതാമൗണ്ടിൽ അത് ബ്രേക്കിട്ടു. കാക്കിധാരികൾ പുറത്തേക്ക് ചാടിയിറങ്ങി. SI ഇന്ദുചൂടന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മുന്നിൽ കണ്ടവരെ മുഴുവൻ ചോദ്യം ചെയ്തു. ഓട്ടോക്കാരെയും കടക്കാരെയും ഒക്കെ. എന്തിയാടാ നിന്റെയൊക്കെ നേതാവ്? ഇന്ദ്രൻ. അറിയത്തില്ല സാറേ. അവർക്കൊക്കെ പറയാൻ ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. പോലീസിന് കരികയറി. അവർ ചിലരെ പിടിച്ച് തള്ളി. പുലഭ്യം പറഞ്ഞു. ഇന്ദ്രൻ ഓടിക്കുന്ന ഓട്ടോയുടെ ഉടമ കുഞ്ഞുമോന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് SI പുറത്തേക്ക് വലിച്ചിട്ടു. പറയടാ, അവൻ എവിടെ പോയി ഒളിച്ചു? സത്യമായിട്ടും എനിക്കറിയത്തില്ല.
കുഞ്ഞുമോൻ കരഞ്ഞുപോയി. നിന്റെ ഓട്ടോ അല്ലേടാ അവൻ ഓടിക്കുന്നത്? ആന്നേ, പക്ഷെ വണ്ടി വർക്ക്ഷോപ്പിലാ. ഇനി അവൻ ആ വണ്ടി ഓടിച്ചാൽ നിന്നെ ഞാൻ അകത്താക്കും കേട്ടോടാ. ഓ. എസ് ഐ അവനെ വിട്ടിട്ട് വെളുക്കന്റെ ബൂത്തിലേക്ക് പാഞ്ഞു കയറി. എന്തിയാടാ ഇന്ദ്രൻ? ഞാനിന്ന് കണ്ടതേയില്ല സാറേ. വളരെ ബുദ്ധിമുട്ടി വെളുക്കൻ എഴുന്നേറ്റു. അവനെ കണ്ടാൽ ആ നിമിഷം എന്നെ വിളിച്ചു പറയണം, അല്ലെങ്കിൽ നിന്റെ ഈ ബൂത്തും നീയും പിന്നെയില്ല കേട്ടോടാ മോനെ. കേട്ടേ. റോഡിൽ നിന്ന് പോലീസ് സംഘം ഭീഷണി മുഴക്കി. ആരെങ്കിലും അവനെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാൽ അവനൊക്കെ ചോര പിടുത്തേ ചാകത്തുള്ളൂ. കലിയോടെ ആ സംഘം വാഹനങ്ങളിൽ കയറി അവ വലത്തേക്ക് വെട്ടിത്തിരിഞ്ഞു. എന്നാലും ഇന്ദ്രൻ എവിടെ പോയി? ജനം പരസ്പരം നോക്കി. ഒളിച്ചു കാണും, കുഞ്ഞുമോൻ വിഷമത്തോടും കോപത്തോടും കൂടി പറഞ്ഞു. അതൊരിക്കലുമില്ല. വെളുക്കൻ ഇന്ദ്രന്റെ സെൽഫോണിന്റെ നമ്പർ കുത്തി. പക്ഷേ പരിധിക്ക് പുറത്താണ് എന്ന മറുപടിയാണ് കിട്ടിയത്. പോലീസ് പോയിരിക്കുന്നത് ഇന്ദ്രന്റെ വീട്ടിലേക്കാണല്ലോ ഈശ്വര. വെളുക്കൻ നെഞ്ചിൽ കൈയമർത്തി. ജംബുവിനെയും ചാക്കനെയും ഒന്നും കാണുന്നുമില്ലല്ലോ. അപ്പോഴേക്കും പോലീസ് വാഹനങ്ങൾ ഇന്ദ്രന്റെ വാടക വീടിന് മുന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു. തിണ്ണയിലിരുന്ന് തോരനുണ്ടാക്കാൻ വേണ്ടി നേന്ത്രക്കായി അരിയുകയായിരുന്നു സുശീല. പോലീസ് വാഹനങ്ങൾ കണ്ട് അവർ അമ്പരന്നു. എന്തിയടി അവൻ? ഇന്ദുചൂടൻ മുറ്റത്തേക്ക് ചെന്നു. പോലീസ് ഞൊടിയിടയിൽ ആ വീട് വളഞ്ഞു. ഇതൊക്കെ കണ്ട് നേർത്തൊരു വിലാപത്തോടെ സുശീല ചാടി എഴുന്നേറ്റു. ഇന്ദ്രൻ എവിടില്ല സാറേ. എസ് ഐ അത് ചെവികൊണ്ടില്ല. പോലീസുകാരോടലറി. കേറി തപ്പ്. പോലീസ് അകത്തേക്ക് പാഞ്ഞു കയറി. നിലവിളിച്ചുകൊണ്ട് ലക്ഷ്മിയും ഭദ്രയും അരുണയും പുറത്തു ചാടി. പോലീസുകാർ എന്തൊക്കെയോ തല്ലി തകർക്കുന്ന ശബ്ദം കേട്ടു. അവസാനം അവർ ഇറങ്ങി വന്നു. ഇവിടില്ല സാറേ. ഇങ്ങോട്ട് നീങ്ങി നിൽക്കടി. ഇന്ദുചൂടൻ സ്ത്രീകളെ മുറ്റത്ത് നിരത്തി നിർത്തി. സുശീലയാണെങ്കിൽ ഇപ്പോൾ ബോധം കെട്ട് വീഴും എന്ന അവസ്ഥയിലാണ്. എസ് ഐ കെയിൻ ചൂണ്ടി. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെയൊക്കെ അടിവയർ ചവിട്ടി കലക്കും ഞാൻ. അവൻ എവിടെ പോയി? ഇന്ദ്രൻ രാവിലെ ഇവിടുന്ന് പോയതാ, ഇതുവരെ വന്നിട്ടില്ല. ഭദ്രയാണ് പറഞ്ഞത്. എസ് ഐ അവളെ അടിമുടിയൊന്ന് നോക്കി. ഒരു പ്രത്യേക ഭാവത്തിൽ തലയാട്ടി. നീ അവന്റെ ആരാടി? പെങ്ങള്. നിന്റെ പേര്? ഭദ്ര. നീ ലോക്കപ്പ് കണ്ടിട്ടുണ്ടോ? സിനിമയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനൊന്നും പറയാതെ എന്ന ഭാവത്തിൽ സുശീലയും ലക്ഷ്മിയും അരുണയും അവളെ നോക്കി. അവൾ പക്ഷേ അത് ശ്രദ്ധിച്ചതേയില്ല. എസ് ഐ കെയിൻ നീട്ടി അവളുടെ താടിയിൽ മുട്ടിച്ചു. സിനിമയിലല്ലാതെ നിനക്ക് ഞാൻ ലോക്കപ്പ് കാണിച്ചു തരാം. ഇപ്പോഴല്ല, ഇന്ന് നേരം വൈകുന്നതിന് മുൻപ് നിന്റെ ചേട്ടനെ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ സിനിമയിൽ കാണുന്നതല്ല ഒറിജിനൽ പോലീസെന്ന് അപ്പോൾ നിനക്ക് മനസ്സിലാകും. അവൾ ഇമയനക്കാതെ അയാളെ നോക്കി നിന്നു. എന്താടി നോക്കി പേടിപ്പിക്കുന്നത്? ഒന്നും പറയാതെ അവൾ മുഖം വെട്ടിച്ചു. രോഷത്തോടെ ഇന്ദുചൂടൻ സുശീലയ്ക്ക് നേരെ തിരിഞ്ഞു. ദേ തള്ളേ, അവനെ വൈകുന്നതിന് മുൻപ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരും പെൺമക്കളെ കൊണ്ടുപോകാൻ. ശരിക്കുള്ള പോലീസിനെ കാണിച്ചു കൊടുക്കാൻ. ഓർത്തോ? ഇന്ദുചൂടൻ തിരിഞ്ഞു. കമിൻ. പോലീസുകാരോട് പറഞ്ഞിട്ട് ജീപ്പിൽ കയറി. പോലീസുകാരൻ തങ്ങൾ വന്ന വാഹനങ്ങളിൽ കയറി. അവ തിരിച്ചു പോയപ്പോഴാണ് സുശീലയ്ക്ക് ശ്വാസം നേരെ വീണത്. എന്നാലും അവൻ ഇതെന്തൊക്കെയാ ഒപ്പിച്ചു വെക്കുന്നത്? തലയിൽ കൈവച്ചുകൊണ്ട് അവർ തറയിൽ കുത്തിയിരുന്നു. അമ്മ ചുമ്മാതെ ബഹളം വെക്കാതെ. പോലീസുകാര് നമ്മളെ ഒന്നും ചെയ്യത്തില്ല, ഏട്ടനെയും, ഭദ്ര പറഞ്ഞു. തുറിച്ച ഒരു നോട്ടമായിരുന്നു സുശീലയുടെ മറുപടി. സമയം കടന്നുപോയി. ഇന്ദ്രനെ തേടി പോലീസ് വന്ന വിവരം ജനകീയ സേനക്കാരെല്ലാം അറിഞ്ഞു. ഇന്ദ്രൻ എവിടെ? തങ്ങളുടെ സൈന്യാധിപൻ എവിടെ? അവർ തിരച്ചിൽ തുടങ്ങി. ഒരു ഭാഗത്ത് പോലീസും ഇത്താപ്പുവിന്റെ ഗുണ്ടകളും അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ഇന്ദ്രനെ ഒരിടത്തും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവൻ ഒളിവിൽ പോയതാണെന്ന സംശയം അതോടെ ബലപ്പെട്ടു. അവൻ അങ്ങനെ ചെയ്യത്തില്ല. ചാക്കോച്ചേട്ടൻ കൂക്കറെ നോക്കി. നിങ്ങൾ നോക്കിക്കോ, അവൻ വരും. നെഞ്ചും വിരിച്ച് തലയെടുപ്പോടെ. കൂക്കറും ജംബുവും ചാക്കനും പരസ്പരം നോക്കിയതല്ലാതെ മിണ്ടിയില്ല. സന്ധ്യ വന്നു. കൃഷ്ണനും പാഞ്ചാലിയും താമസിക്കുന്ന വീടിന് കാവൽ നിൽക്കുന്നവരിൽ രണ്ടുപേർ കുളിക്കാനായി കബനി നദിയിലെത്തി. അങ്ങനെയാണവർ. എപ്പോഴും കാവൽ വേണ്ടതിനാൽ ഈ 2 പേർ മാത്രമാണ് പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ പോലും അവിടെ നിന്ന് മാറുന്നത്. വസ്ത്രങ്ങൾ പാറപ്പുറത്ത് അഴിച്ചുവെച്ച് തുവർത്ത് അരയിൽ ചുറ്റിക്കൊണ്ട് ഒരാൾ അരയോളം വെള്ളത്തിലേക്ക് ഇറങ്ങി. ഇവിടത്തേത് ഒരു മടുപ്പ് ജോലി തന്നെ. പൂവൻപഴം പോലത്തെ ഒരു പെങ്കൊച്ചിനെ മുന്നിൽ കണ്ടോണ്ടുള്ള ഇരിപ്പ്. അയാൾ ഒരു കൈക്കൊമ്പിൽ വെള്ളം കോരി മുഖത്തേക്കൊഴിച്ചു. രണ്ടാമൻ മറുപടി പറയാൻ ഭാവിക്കുമ്പോഴാണ് അത് കണ്ടത്. വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന 2 കൈകൾ. ഞൊടിയിടയിൽ അത് വെള്ളത്തിൽ നിന്നിരുന്ന മനുഷ്യന്റെ കഴുത്തിൽ കുരുങ്ങി. അയാളെ താഴേക്ക് വലിച്ചുകൊണ്ടുപോയി. അധ്യായം 34. ഇന്ദ്രൻ എവിടെയെന്നറിയാതെ പകച്ച മനസ്സോടെ തിണ്ണയിൽ തന്നെ ഇരിക്കുകയായിരുന്നു സുശീലയും ലക്ഷ്മിയും ഭദ്രയും. അപ്പോഴാണ് റോഡിൽ പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നത് കണ്ടത്. പിന്നാലെ വന്ന മറ്റൊരു വാഹനത്തിന്റെ വെളിച്ചം ജീപ്പിൽ പതിച്ചു. അതിൽ നിന്ന് എസ് ഐ ഇന്ദുചൂടൻ ഇറങ്ങുന്നത് കണ്ടപ്പോൾ സുശീലയും മക്കളും എഴുന്നേറ്റു. നേരത്തെ എസ് ഐ പറഞ്ഞിട്ട് പോയ വാക്കുകൾ അവരുടെ കാതിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. മക്കളെ. സുശീല ബാക്കി പറയും മുൻപ് ഇന്ദുചൂടൻ മുറ്റത്തെത്തി കഴിഞ്ഞു. തൊട്ടു പിന്നിൽ ഹെഡ് കോൺസ്റ്റബിൾ രവിശങ്കറും. പുറത്ത് വണ്ടിയുടെ ശബ്ദം കേട്ട് അരുണയും ഇറങ്ങി വന്നു. അവൻ വന്നോ? ഇന്ദ്രൻ. ഇന്ദുചൂടൻ കെയിൻ കൈവിരലുകൾക്കിടയിൽ വെച്ച് പമ്പരം പോലെ കറക്കി. ഇല്ല സാറേ. സുശീലയുടെ ശബ്ദം വിറച്ചു.
എങ്കിൽ ഞാൻ ഈ പെമ്പിള്ളേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാ. മാളത്ത് നിന്ന് അവനെ പുറത്തു ചാടിക്കാൻ ഇതേ വഴിയുള്ളൂ. ലക്ഷ്മി പെട്ടെന്ന് സുശീലയുടെ പിന്നിലേക്ക് മാറി അരുണയോട് ചേർന്ന് നിന്നു. എന്നാൽ ഭദ്രയിൽ ഒട്ടും പതർച്ചയുണ്ടായില്ല. മൂന്നെണ്ണവും ഇങ്ങോട്ടിറങ്ങ് വേഗം. പറഞ്ഞത് രവിശങ്കറാണ്. എന്റെ പൊന്നു സാറന്മാരെ, ഇതുങ്ങളെ കൊണ്ടുപോകല്ലേ. സുശീല മുറ്റത്തേക്കിറങ്ങി ഇന്ദുചൂടന്റെ കാല് പിടിച്ചു. എങ്കിൽ നിങ്ങളെ മോനെ കൊണ്ടു താ. അയാൾ കാൽ പിൻവലിച്ചു. സത്യമായിട്ടും അവൻ എന്തിയെന്ന് എനിക്കറിയത്തില്ല സാറേ. കൈകൂപ്പി സുശീല എഴുന്നേറ്റു. എസ് ഐ ഇടത് കൈകൊണ്ട് അവരെ ഒരു സൈഡിലേക്ക് മാറ്റി. ഇറങ്ങി വരാനല്ലേടി നിന്നോടൊക്കെ പറഞ്ഞത്. പറ്റത്തില്ല സാറേ. പെട്ടെന്ന് ഭദ്രയുടെ സ്വരം ഉയർന്നു. എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞങ്ങളെ കൊണ്ടുപോകുന്നത്? ഏട്ടൻ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഏട്ടനെ കൊണ്ടുപോകണം. ഓഹോ, അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പുവശം അങ്ങനെയാ. എസ് ഐ പുച്ഛിച്ചു ചിരിച്ചു. എങ്കിലും നിന്നെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയാൾ തിരിഞ്ഞ് പോലീസുകാരെ നോക്കി. അവളെ വലിച്ചിറക്കി കൊണ്ടുവാടോ. അവർ തിണ്ണയിലേക്ക് ചാടിക്കയറി. തുടരുത്, ഭദ്ര ചീറി. നിങ്ങളുടെ പേരിൽ വനിതാ കമ്മീഷന് പരാതി കൊടുക്കും ഞങ്ങൾ. സ്ത്രീകളെ കൊണ്ടുപോകണമെങ്കിൽ വനിതാ പോലീസ് വേണം. നീ വകുപ്പൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേടി? രവിശങ്കർ കൈവീശി അവളുടെ കരണത്തൊന്ന് പൊട്ടിച്ചു. പിന്നെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മുറ്റത്തേക്ക് തള്ളി. കുഞ്ഞേ. മുറ്റത്ത് മറിഞ്ഞു വീണ ഭദ്രയെ സുശീല താങ്ങി എഴുന്നേൽപ്പിച്ചു. അടുത്ത നിമിഷം ഇന്ദുചൂടൻ കാലുയർത്തി ചവിട്ടി. ഹൃദയം പിളരുന്ന നിലവിളിയോടെ ഭദ്രയെ വിട്ട് സുശീല മലർന്നു വീണു. എസ് ഐ ഭദ്രയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ചു. ലക്ഷ്മിയുടെയും അരുണയുടെയും എതിർപ്പിനെ വകവയ്ക്കാതെ പോലീസുകാർ അവരെയും വാനിന് നേരെ വലിച്ചിഴച്ചു. ഇതെന്ത് അതിക്രമമാ സാറേ? പെട്ടെന്ന് നെല്ലിലാൽ കുമാരന്റെ നേതൃത്വത്തിൽ ജനകീയ സേനയിലെ ഒരു സംഘം ആളുകൾ മുറ്റത്തേക്ക് പാഞ്ഞെത്തി. പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കയറി അതിക്രമം കാണിക്കുന്നോ? എസ് ഐ ഭദ്രയെ പോലീസുകാരെ ഏൽപ്പിച്ച് അവർക്ക് നേരെ തിരിഞ്ഞു. തന്റേതാണ് ഈ വാടക വീട് അല്ലേ? അതെ, കുമാരൻ പറഞ്ഞു. താനോ ഈ നിൽക്കുന്ന ആരെങ്കിലുമോ ഞങ്ങളെ തടഞ്ഞാലുണ്ടല്ലോ. അയാൾ റിവോൾവർ വലിച്ചെടുത്തു. ഇത് സർവീസ് റിവോൾവറൊന്നുമല്ല, കള്ളത്തോക്ക. പുകച്ചു കളയും ഞാൻ. പിന്നെ ഇത് ഈ വീട്ടിൽ നിന്നെടുത്തതാണെന്നും താനും മറ്റും ചേർന്ന് ഇമ്മോറൽ ട്രാഫിക്കിനായി ഈ പെമ്പിള്ളേരെ ഇവിടെ താമസിപ്പിച്ചിരിക്കുകയായിരുന്നെന്നും പറഞ്ഞ് കേസെടുക്കും ഞാൻ. ഒറ്റയൊരെണ്ണം ഊരിപ്പോകത്തില്ല. ഇനി അതല്ല, ഇന്ദ്രന് വേണ്ടി ചാകാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ ചുണയുള്ളവരൊക്കെ ഇങ്ങോട്ട് നീങ്ങി നിന്നേ. ഞാനൊന്ന് കാണട്ടെ. കുമാരനും ജനകീയ സേനക്കാരും പരസ്പരം നോക്കി. പിന്നെ എഴുന്നേൽക്കാൻ കഴിയാതെ തറയിൽ കിടന്ന് പുളയുന്ന സുശീലയെയും. അവർക്ക് ചലിക്കാൻ കഴിഞ്ഞില്ല. പെൺകുട്ടികളെ വാനിൽ കയറ്റി. എസ് ഐ ജീപ്പിലും. അവർ നോക്കി നിൽക്കെ പോലീസ് വാഹനങ്ങൾ വെട്ടിത്തിരിഞ്ഞ് പാഞ്ഞുപോയി. ജംബുവും കുമാരനും ചേർന്ന് അവരെ പിടിച്ചുയർത്തി. സുശീലയുടെ കാലിലൂടെ കൊഴുത്ത ചോര ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു. കബനിയുടെ അക്കരെ കർണാടക തീരത്ത് ഇത്താപ്പ മുതലാളിയുടെ ഗുണ്ട ഒരു നിമിഷം നടുങ്ങി വിറച്ചു. തന്റെ കൂട്ടാളിയെ ആരോ വെള്ളത്തിലേക്ക് വലിച്ച് താഴ്ത്തിയ ഭാഗത്ത് ഏതാനും കുമിളകൾ ജലപ്പരപ്പിൽ വന്ന് ചിതറുന്നത് മങ്ങിയ ഇരുട്ടിൽ അയാൾ കണ്ടു. ചന്ദ്ര. അയാളെ രക്ഷിക്കാൻ വെള്ളത്തിലേക്ക് ചാടാൻ ഭാവിച്ചതാണ് ഗുണ്ട. പെട്ടെന്ന് ചന്ദ്രന്റെ ശരീരം ജലപ്പരപ്പിലേക്ക് ഉയർന്നു വന്നു. മരിക്കാൻ പോകുന്നവന്റെ അവസാന പിടച്ചിൽ പോലെ വായിലെ വെള്ളം തുപ്പിക്കളഞ്ഞിട്ട് അയാൾ കൈകൾ ജലപ്പരപ്പിൽ അടിച്ചു പിടഞ്ഞു. ഒറ്റ നിമിഷം മാത്രം. ചീങ്കണ്ണി വലിച്ചു താഴ്ത്തുന്നതുപോലെ ആ ശരീരം വീണ്ടും താണുപോയി. കരയിൽ നിന്നവന് ഭീതി തോന്നി. അഴിച്ചു വയ്ക്കാനാഞ്ഞ തുണിയുമായി അയാൾ പാറപ്പുറത്ത് നിന്ന് ചാടാൻ ഭാവിച്ചു. പെട്ടെന്ന് ഒന്നുലഞ്ഞു. അതിനിടയിൽ നിന്ന് നീട്ടിപ്പിടിച്ച വാരിക്കുന്തവുമായി ഒരു രൂപം പാറപ്പുറത്തേക്ക് ചാടി. കുന്തമുന അയാളുടെ നെഞ്ചിൽ മുട്ടി. ഒപ്പം ഒരാജ്ഞയും. അനങ്ങിയാൽ നിന്റെ നെഞ്ചു തുളയും. തലയ്ക്ക് മീതെ ഇരുളിന്റെ കരിമ്പടം അഴിഞ്ഞു വീണതുപോലെ അയാൾക്ക് തോന്നി. നദിക്ക് നടുവിൽ ഒരു പിടച്ചിൽ കൂടി. അയാൾ അങ്ങോട്ട് നോക്കിപ്പോയി. ഇരുട്ടുപോലെ ഒരു രൂപം വെള്ളത്തിന് മുകളിൽ പിടയ്ക്കുന്നതും പിന്നെ താണുപോകുന്നതും മിന്നായം പോലെ കണ്ടു. കുന്തമുനയിൽ അയാളെ നിർത്തിയിരിക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് അത് വലിച്ചെടുത്ത് ആഞ്ഞു വീശി. കഴുത്തൊടിഞ്ഞതുപോലെ ഗുണ്ട പാറയിലേക്ക് വീണു. വെള്ളത്തിലേക്ക് മറിഞ്ഞു. ആ നിമിഷം വെള്ളത്തിൽ നിന്ന് ഒരാൾ ഉയർന്നു വന്നു. ഗുണ്ടയെ താഴേക്ക് വലിച്ചു താഴ്ത്തി. ഒപ്പം കയ്യിലിരുന്ന കയറിന്റെ അറ്റം അയാളുടെ കാലിൽ കെട്ടി. വെള്ളത്തിനടിയിലൂടെ അയാളും അക്കരയ്ക്ക് വലിച്ചിഴയ്ക്കപ്പെട്ടു. നേരത്തെ പോയ ചന്ദ്രനെ പോലെ ഇടയ്ക്കിടെ അയാളും പ്രാണഭീതിയോടെ ജലപ്പരപ്പിലെത്തുകയും പിന്നെ താഴേക്ക് പോകുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇന്ദ്ര. പാറപ്പുറത്തു നിന്നിരുന്ന മനുഷ്യൻ വിളിച്ചു. ഗുരുക്കളെ. ഇന്ദ്രൻ കരയ്ക്ക് കയറി. നമുക്കൊട്ടും സമയം കളയാനില്ല. ഇവരെ കാണാതാകുമ്പോൾ ആളുകൾ തിരഞ്ഞു വരും. ആ നേരത്തായിരിക്കണം നമ്മുടെ ആക്രമണം അവിടെ നടക്കേണ്ടത്. നമ്മുടെ ആളുകൾ വന്നു കഴിഞ്ഞല്ലോ. കഴിഞ്ഞു. ഇവിടെ നമ്മൾ 6 പേരുണ്ട്. മറ്റുള്ളവർ അക്കരയ്ക്ക് വലിച്ചുകൊണ്ടുപോയവരിൽ നിന്ന് ഇത്താപ്പൂവിന്റെ അംഗബലത്തെക്കുറിച്ചും ഇത്താപ്പൂവിനെ ആക്രമിക്കാൻ പറ്റിയ സമയത്തെക്കുറിച്ചും മറ്റും മനസ്സിലാക്കും. എങ്കിൽ പോകാം. അവർ പരുത്തിത്തോട്ടത്തിലേക്ക് കയറിയതും 4 പേർ കൂടി അടുത്തു വന്നു. ഒരകലമിട്ട് അവർ കൃഷ്ണനും പാഞ്ചാലിയും താമസിക്കുന്ന ഭാഗത്തേക്ക് നീങ്ങി. രാവിലെ ഇത്താപ്പൂവിന്റെ മക്കളോട് പ്രശ്നമുണ്ടാക്കിയ ശേഷം മടങ്ങിയ ഇന്ദ്രനെ ഒരാൾ അവിടെ നിന്നിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു.
പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനു മുന്നിൽ ഒരു മുരൾച്ചയോടെ പോലീസ് വാഹനങ്ങൾ വന്ന് ബ്രേക്കിട്ടു. ഞൊടിയിടയിൽ സ്റ്റേഷനിലെ ലൈറ്റുകൾ അണഞ്ഞു. ലക്ഷ്മിയും ഭദ്രയും അരുണയും അകത്തേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ടു. റോഡിന് വളരെ അടുത്തായിരുന്നു സ്റ്റേഷൻ. അതുകൊണ്ട് മറ്റാരും അവരെ കാണാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. റോഡിന് അപ്പുറത്തെ ശ്രീശ ഹോസ്പിറ്റലിലെ വെളിച്ചം അവിടേക്ക് ചിതറി വീഴുന്നുണ്ടായിരുന്നു. പെൺകുട്ടികളെ അകത്താക്കി കഴിഞ്ഞ ഉടനെ മെയിൻ സ്വിച്ച് ഓണാക്കി. തങ്ങളൊരു സെല്ലിനുള്ളിലാണെന്ന് അപ്പോഴാണ് അവർ അറിയുന്നത്. സെല്ലിന്റെ വാതിൽ വലിച്ചടച്ച് ലോക്കിട്ടുകൊണ്ട് ഹെഡ് കോൺസ്റ്റബിൾ രവിശങ്കർ അവരെ നോക്കി ക്രൂരമായി ചിരിച്ചു. അവിടെ കിടക്ക്. രാത്രി 10 മണിവരെ ഞങ്ങൾ ഇന്ദ്രനെ പ്രതീക്ഷിക്കും. അത് കഴിഞ്ഞ് എന്ത് വേണമെന്ന് തീരുമാനിക്കും. ഭദ്ര അയാളെ നോക്കി പല്ലിറുമി. അമ്മയും പെങ്ങളും തിരിച്ചറിയാത്ത ശവങ്ങൾ. അതെ, തലയാട്ടിക്കൊണ്ട് രവിശങ്കർ പിൻവാങ്ങി. പരുത്തിത്തോട്ടത്തിൽ ഇരുൾ കട്ട പിടിച്ച് കിടന്നു. ഇന്ദ്രനും ഗുരുക്കളും പാഞ്ചാലിയുടെ കാലാൾ പടയും ഒത്തുകൂടി. എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. നമ്മൾ ആരാണെന്ന് അവർ അറിയരുത്. അവർ പ്രതീക്ഷിക്കാത്ത ദിക്കുകളിൽ നിന്നായിരിക്കണം ആക്രമണം. ഇന്ദ്രൻ ഓർമ്മിപ്പിച്ചു. അവർ സമ്മതിച്ചു. കൊണ്ടുവന്ന സാധനമെടുക്ക്. ഒരാൾ ഒരു കവർ മുന്നോട്ട് നീട്ടി. അതിൽ കൈയിട്ട് ഓരോ പിടി പൊടിവാരി അവർ മുഖത്ത് തേച്ചു പിടിപ്പിച്ചു. പിന്നെ ഇരുഭാഗത്തും കൂടി ആ ചെറിയ വീടിന് നേരെ നീങ്ങി. അവന്മാരിത് എവിടെ പോയി കിടക്കുക? തിണ്ണയിലിരുന്ന ചിമ്മിനി വെളിച്ചത്തിൽ ചീട്ട് കളിക്കുകയായിരുന്ന കങ്കാണി കാളിയപ്പൻ ദേഷ്യത്തോടെ പരുത്തിത്തോട്ടത്തിലേക്ക് നോക്കി. അനന്തരം ചീട്ട് കളത്തിലേക്ക് എറിഞ്ഞു. 2 പേര് പോയി നോക്കിയിട്ട് വാ. വീടിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. 2 പേർ ടോർച്ചുമായി എഴുന്നേറ്റു. പരുത്തിത്തോട്ടത്തിലൂടെ അത് മിന്നിച്ചുകൊണ്ട് അവർ കബനി തീരത്തേക്ക് നടന്നുപോയി. കാളിയപ്പനും മറ്റൊരാളും മാത്രം അവിടെ ബാക്കിയായി. വീടിനുള്ളിൽ പുറത്തെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് കൃഷ്ണനും പാഞ്ചാലിയും ഇരിപ്പുണ്ടായിരുന്നു. നേരത്തെ കുളിക്കാൻ പോയവര് മുങ്ങിച്ചത്തോ? പകുതി കളിയായും ബാക്കി കാര്യമായും പാഞ്ചാലി പിറുപിറുത്തു. കൃഷ്ണൻ ഒന്നും പറഞ്ഞില്ല. കാവൽക്കാർക്കിടയിലെ ജീവിതം അയാൾക്ക് മടുത്തു തുടങ്ങിയിരുന്നു. ഒന്നിനുമില്ല സ്വാതന്ത്ര്യം. പാഞ്ചാലിയെ ഒറ്റയ്ക്ക് അവിടെ ഇരുത്തിയിട്ട് ഒരിടത്തേക്കും പോകാൻ കഴിയാത്ത അവസ്ഥയുമാണ്. കാളിയപ്പൻ ഒരു കഞ്ചാവ് ബീഡിക്ക് തീ കൊളുത്തിക്കൊണ്ട് മുറ്റത്തൂടെ അസ്വസ്ഥനായി 2-3 ചാൽ അങ്ങിങ്ങ് നടന്നു. പരുത്തിത്തോട്ടത്തിലെ ഇരുട്ടിൽ നിന്നൊരു ശബ്ദം. ആരാടാ? കാളിയപ്പൻ അങ്ങോട്ട് തിരിഞ്ഞു. ഞാനാ കങ്കാണി. തുണി വെള്ളത്തിൽ ഒഴുകിപ്പോയി. അതുകൊണ്ടാ ഇരുട്ടിൽ നിൽക്കുന്നേ. തന്റെ ആളുകളിൽ ഒരാളുടെ ശബ്ദമാണെന്ന് കാളിയപ്പന് തോന്നി. അയാൾ തിരിഞ്ഞ് തിണ്ണയിൽ ഇരുന്നവനെ നോക്കി. ഒരു കൈലി എടുത്തുകൊണ്ട് കൊടുക്കവന്. തിണ്ണയിലിരുന്നവർ കൈലിയുമായി ഇരുട്ടിലേക്ക് ചെന്നു. അടുത്ത നിമിഷം കടുവ ഇര പിടിക്കുന്നത് പോലെ പരുത്തിത്തോട്ടം ഒന്നുലഞ്ഞു. ഇരയുടെ പിടച്ചിലും ശ്വാസം മുട്ടുന്നത് പോലെയുള്ള ശബ്ദവും. കാളിയപ്പന് അപകടം മണത്തു. ഞൊടിയിടയിൽ അയാൾ ഒരു മടവാൾ കടന്നെടുത്തു. പെട്ടെന്ന് ഒരു മൂളലോടെ വാരിക്കുന്തം ചീറി വന്നു. അത് അയാളുടെ മുന്നിൽ മണ്ണിൽ പുളഞ്ഞു കൊത്തി. അതിന്റെ അഗ്രം നിന്ന് വിറച്ചു. ആരാടാ അത്? കാളിയപ്പൻ അലറി. നിന്റെ അപ്പ, മൊത്തു അപ്പ. നിരായുധനായി ഒരാൾ വെളിച്ചത്തിലേക്ക് വന്നു. നനഞ്ഞ മുണ്ടും ഷർട്ടും. മുഖം വ്യക്തമല്ല, കരി പുരട്ടിയതുപോലെ. എടാ! കാളിയപ്പൻ മടവാളുമായി കുതിച്ചു ചാടി. ആ മനുഷ്യൻ താഴെ കമർന്നു. കൈകൾ നിലത്ത് കുത്തി, കാലുകൾ പറ്റെ ആഞ്ഞു വീശി. തന്റെ കാൽമുട്ടുകൾക്ക് താഴെ ലോഹദണ്ഡുകൾ വന്ന് മുട്ടിയതുപോലെ കാളിയപ്പൻ തറയിലേക്ക് മറിഞ്ഞു. അവിടെ നിന്ന് വെട്ടിത്തിരിഞ്ഞ് എഴുന്നേൽക്കാനാഞ്ഞ കാളിയപ്പന്റെ നട്ടെല്ലിനുള്ളിൽ ഒരു വിറയലുണ്ടായി. തന്റെ നേരെ ചൂണ്ടപ്പെട്ടിരിക്കുന്ന 1/2 ഡസനോളം വാരിക്കുന്തങ്ങൾ. കാളിയപ്പ, ഇന്ദ്രൻ പറഞ്ഞു, നിന്റെ കാലം അവസാനിക്കുകയാണ്. എടാ! കാളിയപ്പൻ കിടന്നുകൊണ്ട് തന്നെ മടവാൾ ഓങ്ങി. പക്ഷേ അയാളുടെ തോളിൽ ഒരു വാരിക്കുന്തം കുത്തിയിറക്കപ്പെട്ടു. മടവാൾ പിടിവിട്ട് വീണു. ഇന്ദ്രൻ തിണ്ണയിലേക്ക് കയറി. വാതിലിൽ തട്ടി. പാഞ്ചാലി, വാതിൽ തുറക്ക്. ആ ശബ്ദം അവൾ തിരിച്ചറിഞ്ഞു. ഇന്ദ്രൻ ആഹ്ലാദത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ വാതിൽ തുറന്നു. പക്ഷേ ആ മുഖം കണ്ടപ്പോൾ ഞെട്ടി പിന്നോട്ട് നീങ്ങി. പേടിക്കേണ്ട, ഇവിടെ കനത്ത ഏറ്റുമുട്ടൽ ഉണ്ടാവുകയാണെങ്കിൽ ആരും മനസ്സിലാക്കാതിരിക്കാനായി ചെയ്തതാ. ഇന്ദ്രൻ കൈനീട്ടി. ആ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പുറത്തു വന്നു. പിന്നാലെ കൃഷ്ണനും. എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ വേഗമെടുത്തോ. എന്നേക്കുമായി നമ്മൾ ഇവിടം വിടുകയാണ്. കൃഷ്ണനും പാഞ്ചാലിയും തിരിഞ്ഞ് അകത്തേക്ക് കയറി. കങ്കാണി കാളിയപ്പനെയും കൂട്ടാളിയെയും അപ്പോഴേക്കും മറ്റുള്ളവർ വരിഞ്ഞുകെട്ടി ഇന്ദ്രന്റെ മുന്നിലെത്തിച്ചു. ഇവരെ എന്തു ചെയ്യണം? ഒരു നിമിഷം അവർ ചിന്തിച്ചു നിന്നു. ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലുന്ന കഞ്ചാവ് കൃഷിയാണിവിടെ നടക്കുന്നത്. ഇതിന്റെ ശരിക്കുള്ള സുഖം ഇവരും അറിയണം. കൊണ്ടുവാ. പറഞ്ഞിട്ട് അവൻ കഞ്ചാവ് സൂക്ഷിക്കുന്ന മുറിയുടെ വാതിൽ ചവിട്ടി തുറന്നു. അതിൽ കഞ്ചാവ് ചാക്കുകൾ അട്ടിയിട്ടിരിക്കുന്നു. 4-5 ചാക്കുകൾ എടുത്തു മാറ്റിയിട്ട് ഇരുവരെയും അവിടേക്ക് തള്ളി വീഴ്ത്തി. അവർക്ക് മീതെ ചാക്കുകൾ വീണ്ടും അടുക്കി. സ്റ്റീം ബാത്ത് പോലെ കഞ്ചാവിനുള്ളിൽ നിന്റെയൊക്കെ ശരീരം ഒന്ന് പുഴുങ്ങി ശുദ്ധമാക്കാൻ പോകുകയാണ് ഞാൻ. ഇന്ദ്രൻ തീപ്പെട്ടി ഉരച്ച് ഒരു ചാക്കിന്റെ മൂലയിൽ തീ പിടിപ്പിച്ചു. കഞ്ചാവ് കത്തുന്നതിന്റെ കടുത്ത ഗന്ധം. അവൻ പുറത്തു ചാടി. കൃഷ്ണനും പാഞ്ചാലിയും അത്യാവശ്യം വേണ്ടതൊക്കെ എടുത്തു കഴിഞ്ഞിരുന്നു. പോകാം, അധിക നേരം ഇവിടെ നിൽക്കണ്ട.
കഞ്ചാവ് മുറിയിൽ നിന്ന് ചുമ കേട്ടു തുടങ്ങി. തങ്ങൾക്കും ബോധക്ഷയമുണ്ടാകുമെന്ന് തോന്നിയ അവർ മറ്റൊരു വഴിയെ കബനി തീരത്തേക്ക് പോയി. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ഇന്ദ്രൻ സെൽഫോൺ എടുത്ത് ഓൺ ചെയ്തു. അടുത്ത നിമിഷം ബെൽ മുഴങ്ങി. അവൻ അത് കാതോട് ചേർത്തു. ഇന്ദ്രനാണോ? അതേ, വിളിക്ക. എവിടെയാ ഇന്ദ്രൻ? ഉച്ച മുതൽ വിളിക്കുകയാ ഞാൻ. കരയും പോലെ തോന്നി ആ ശബ്ദം. എന്താ? എന്തുണ്ടായി? അപ്പുറത്തുനിന്ന് കേട്ട വാർത്ത ഇന്ദ്രനെ നടുക്കം കൊള്ളിച്ചു. തിടുക്കത്തിൽ ചിലത് പറഞ്ഞിട്ട് അവൻ ഫോൺ കീശയിലിട്ടു. എന്താ ഇന്ദ്ര കാര്യം? പാഞ്ചാലിയും ഗുരുക്കളും ഒന്നിച്ചു തിരക്കി. എന്റെ പെങ്ങന്മാരെ അരുണയും പോലീസ് കൊണ്ടുപോയി. അവർക്ക് വേണ്ടത് എന്നെയാ. എന്നെ കിട്ടിയില്ലെങ്കിൽ പോലീസുകാർ അവന്റെ കടപ്പലുകൾ ഞെരിഞ്ഞമർന്നു. അകലെ ആകാശമൊട്ടെ കത്തിയിരിക്കുന്ന കൃഷ്ണന്റെ വീട്ടിലെ തീ അവന്റെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് മറ്റുള്ളവർ കണ്ടു. മുള്ളംകൊല്ലി കൊട്ടാരത്തിൽ ആഹ്ലാദ തിമിർപ്പിലായിരുന്നു ഇത്താപ്പു മുതലാളി. ഇന്ദ്രന്റെ പെങ്ങന്മാർ പോലീസ് കസ്റ്റഡിയിൽ. അതിനർത്ഥം തന്റെ കിടപ്പറയിൽ എന്ന് തന്നെ. ലക്ഷ്മിയുടെ വടിവർത്ത മേനിയും വശ്യത തുളുമ്പി നിൽക്കുന്ന മുഖവുമൊക്കെ അയാളുടെ മനസ്സിൽ തെളിഞ്ഞു. പുറത്ത് വൈരന്റെ നേതൃത്വത്തിലുള്ള ഒരു പട തന്നെ യാത്രയ്ക്കൊരുങ്ങി നിൽക്കുകയാണ്. അവൻ തീർച്ചയായും വരും. ഇന്ദ്രൻ പെങ്ങന്മാരെ വിട്ടുകളയാൻ അവനൊരിക്കലും തയ്യാറാകത്തില്ല. സ്വയം പറഞ്ഞുകൊണ്ട് അയാൾ ഫോണെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. 10 മണിയാകാൻ ഇനി 1 മണിക്കൂർ കൂടിയേ ഉള്ളൂ. അതുവരെ അവൻ വന്നില്ലെങ്കിൽ ആ പെൺകുട്ടികളെ ലോക്കപ്പിൽ നിന്ന് ഇറക്കി വിടണം. പുറത്ത് എന്റെ ആൾക്കാരുണ്ടാകും. ഫോൺ വെച്ചിട്ട് അയാൾ പുറത്തു വന്നു. വൈരൻ ഭവ്യതയോടെ അടുത്തെത്തി. പുറപ്പെടാം മുതലാളി. വരട്ടെ, അരമണിക്കൂർ കൂടി നോക്കാം. എന്തായാലും പരിപാടിയിൽ മാറ്റമൊന്നുമില്ല. വൈരൻ ചിരിച്ചു. പിന്നെ ഇരുട്ടിൽ നിന്ന് ചാക്കോ ചേട്ടനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. ആദ്യം ഒന്ന് മസില് പിടിച്ചെങ്കിലും ഇയാൾ അനുസരണയോടെ ഞങ്ങളുടെ കൂടെ പോന്നു മുതലാളി. ഇത്താപ്പോ ചാക്കോയെ അടിമുടി നോക്കി. നമ്മൾ ഇന്ദ്രന് മാപ്പ് കൊടുത്ത കാര്യം ഇയാളോട് പറഞ്ഞോ വൈര? പറഞ്ഞു. ശരി, ഇന്ദ്രന്റെ പെങ്ങന്മാരെ ഇയാൾ തന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകട്ടെ അല്ലേ? വൈരൻ തലയാട്ടി. അറവമാടിനെ പോലെ തലകുനിച്ച് നിൽക്കുകയായിരുന്നു ചാക്കോ. എന്താടോ ഒരു സന്തോഷമില്ലാത്തത്? നോക്ക്, ഇത്താപ്പ് പറഞ്ഞു. ആർക്കെങ്കിലും ഒരു സംശയം തോന്നിയാൽ തന്റെ വീട്ടിൽ പിന്നെ ആരും ജീവനോടെയില്ല. അത് മറക്കണ്ട. ചാക്കോയുടെ ചുണ്ടുകൾ വിതുമ്പി. ആ നേരത്ത് പോലീസ് സ്റ്റേഷന്റെ സെൽ തുറക്കപ്പെട്ടു. തലകുനിച്ച് ഇരിക്കുകയായിരുന്ന പെൺകുട്ടികൾ മുഖമുയർത്തി. ഇങ്ങോട്ട് വന്നേടി. ഹെഡ് കോൺസ്റ്റബിൾ രവിശങ്കർ ഭദ്രയ്ക്ക് നേരെ കൈ ചൂണ്ടി. എന്തിനാ? അവൾ ചീറി. ശബ്ദിച്ചു പോകരുത്. നിന്റെ അഹങ്കാരം ഇനിയും തീർന്നില്ലേ? അകത്തേക്ക് കയറിയ അയാൾ അവളെ വലിച്ചുയർത്തി. ഇവളെ കൊണ്ടുപോകല്ലേ സാറേ. ലക്ഷ്മിയും അരുണയും ഭദ്രയെ വട്ടം പിടിച്ചു. മാറി നിൽക്കണടി. 2 വനിതാ കോൺസ്റ്റബിൾമാർ ഓടിയെത്തി അവരെ പിടിച്ചുമാറ്റി. രവിശങ്കർ ഭദ്രയെ പുറത്തു കൊണ്ടുവന്നു. ലോക്കപ്പ് വീണ്ടും അടഞ്ഞ് ലോക്ക് വീണു. രവിശങ്കർ ഭദ്രയെ മുന്നോട്ട് തള്ളി. അവളുടെ കണ്ണുകൾ പൊടുന്നനെ സ്റ്റാൻഡിൽ തൂക്കിയിട്ടിരുന്ന ലാത്തികളിൽ പതിഞ്ഞു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അതിൽ ഒരെണ്ണം വലിച്ചെടുത്തതും വെട്ടിത്തിരിഞ്ഞ് രവിശങ്കറുടെ ശിരസിൽ ആഞ്ഞടിച്ചതും ഒന്നിച്ചായിരുന്നു. ഒരു മാത്ര രവിശങ്കറുടെ കണ്ണിൽ ഇരുൾ പരന്നു. ചോര ചീറ്റിത്തെറിക്കുന്ന ശിരസിൽ കൈ അമർത്തിക്കൊണ്ട് ഒരലർച്ചയോടെ അയാൾ തറയിലേക്ക് വീണു. അധ്യായം 35. ഹെഡ് കോൺസ്റ്റബിൾ രവിശങ്കർ തറയിൽ കിടന്ന് വെട്ടിപ്പുളഞ്ഞു. തല നടുവേ പിളർന്നു പോയതുപോലെ അയാളുടെ കൈവിരലുകൾക്കിടയിലൂടെ കൊഴുത്ത രക്തം ഒഴുകിയിറങ്ങി. ഒരു പാമ്പിനെ തല്ലിക്കൊല്ലുന്ന പകയോടെ ഭദ്ര വീണ്ടും ലാത്തി ഉയർത്തി. എന്നാൽ വനിതാ കോൺസ്റ്റബിൾസ് അവളെ പിന്നിൽ നിന്ന് വട്ടം പിടിച്ചു. പിശാചേ, എന്താടി നീ കാണിച്ചത്? രവിശങ്കറുടെ നിലവിളിയും പ്രാണൻ പോകുന്നത് പോലെയുള്ള പിടച്ചിലും കണ്ട് SI ഇന്ദുചൂടനും മറ്റും പോലീസുകാരും കുതിച്ചെത്തി. പോലീസുകാർ രവിശങ്കറെ പിടിച്ചുയർത്തി. ഒരു കർച്ചീഫ് കൊണ്ട് ശിരസിൽ അമർത്തി പിടിച്ചു. വേഗം ശ്രീശയിലേക്ക് കൊണ്ടുപോ. പിന്നെ ഇവൾ തല്ലിയതാണെന്ന് പറയണ്ട. ഞാൻ ഡോക്ടറോട് സംസാരിച്ചോളാം, ഇന്ദുചൂടൻ തിടുക്കത്തിൽ പറഞ്ഞു. പോലീസുകാർ രവിശങ്കറെ എടുത്തുകൊണ്ട് റോഡ് മുറിച്ച് കടന്ന് ഹോസ്പിറ്റലിൽ മുറ്റത്തേക്ക് ചെല്ലുന്നത് കണ്ടിട്ട് ഇന്ദുചൂടൻ തിരിച്ചു വന്നു. ഭദ്ര അപ്പോഴും വനിതാ പോലീസുകാരുടെ കൈകളിൽ കിടന്ന് കുതറുകയാണ്. അണപ്പല്ലുകൾ കടിച്ച് ഞെരിച്ചുകൊണ്ട് ഇന്ദുചൂടൻ അവളുടെ തൊട്ടുമുന്നിലെത്തി. നായേ, കൈവീശി കരണത്തൊന്ന് പൊട്ടിച്ചു. പിടിച്ചു നിർത്തിയതുപോലെ ഭദ്ര നിന്നു. അവളുടെ കയ്യിൽ നിന്ന് ലാത്തി താഴെ പോയി. ഇന്ദുചൂടൻ അവളുടെ കഴുത്തിൽ ഇടത് കൈ മുറുക്കി മേലേക്കുയർത്തി. അവളുടെ ചുണ്ടുപൊട്ടി ഒരു തുള്ളി ചോര അയാളുടെ കയ്യിൽ വീണു. ഒരു പോലീസുകാരനെ തല്ലാന് മാത്രം നിനക്ക് ചങ്കൂറ്റമുണ്ടായി അല്ലേടി? താഴെ നിർത്തിയിട്ട് വലം കൈ നീട്ടി. പുറം പാത്തി കൊണ്ടും അകം പാത്തി കൊണ്ടും അവളുടെ മുഖത്ത് ആഞ്ഞാഞ്ഞടിച്ചു. ഭദ്രയുടെ നിലവിളി കേട്ട് സെല്ലിന്റെ അഴികൾക്കരികിൽ വന്ന് ലക്ഷ്മിയും അരുണയും കൂടി നിലവിളിക്കാൻ തുടങ്ങി. അവളുമാരുടെ അണ്ണാക്കിൽ വല്ലതും കുത്തിക്കയറ്റി. SIയുടെ കൽപ്പന കിട്ടിയ ഉടനെ വനിതാ പോലീസുകാർ തിരികെ അവർക്കടുത്തെത്തി. അടങ്ങി നിന്നോണം രണ്ടും, അല്ലെങ്കിൽ ഞങ്ങൾ അകത്തേക്ക് കയറി വരും. സാറേ, അവളെ ഒന്നും ചെയ്യല്ലേന്ന് പറ. അവളുടെ സ്വഭാവം അങ്ങനെയായി പോയി, ലക്ഷ്മി യാചിച്ചു. നിങ്ങൾ എന്നെ വേണോ കൊന്നോ? അത് രണ്ടാമത് ഞങ്ങൾ ചെയ്തോളാമടി. ഒരു പോലീസുകാരി മുരണ്ടു. അതിനു മുമ്പ് അവളുടെ സ്വഭാവം ഞങ്ങളൊന്ന് മാറ്റിയെടുക്കട്ടെ. ഇന്ദുചൂടൻ ഭദ്രയെ ഭിത്തിയിൽ ചേർത്ത് ഒരടി കൂടി കൊടുത്തു. അവളുടെ വായിലൂടെ ഉമിനീര് കലർന്ന ചോരയൊഴുകി. നിവർന്നു നിൽക്കാനാവതില്ലാതെ ഭദ്ര ഭിത്തിയിൽ അള്ളിപ്പിടിക്കാൻ ശ്രമിച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ ആ മുഖം നീര് വെച്ച് വീർത്തു. ഇന്ദുചൂടൻ അവളുടെ അങ്കമുഴുപ്പിലൂടെ പലവട്ടം കണ്ണുകൾ ഓടിച്ചു. ഇനിയൊരിക്കലും നീ ഒരു പുരുഷനും നേരെ കൈയുയർത്താൻ പോകുന്നില്ലടി.
അതിനുള്ള മരുന്നൊക്കെ തരാൻ ഞങ്ങൾക്കറിയാം. അയാൾ ഒരു സിഗരറ്റ് കത്തിച്ചു. എന്നിട്ടും കലിയടങ്ങാത്ത ഭാവത്തിൽ ഭദ്രയുടെ കണ്ണുകൾ വല്ലാതെ ഒന്ന് തിളങ്ങി. ആശുപത്രിയിൽ നിന്ന് ഒരു പോലീസുകാരൻ തിരിച്ചെത്തി. രവിസാറിന്റെ തലയ്ക്ക് 5 കുത്തിക്കെട്ടെങ്കിലും വേണ്ടിവരും സർ. ഇന്ദുചൂടൻ അമർത്തിയെന്ന് മോളി. ഞാനങ്ങോട്ട് വരാം. മറ്റാരുമൊന്നും അറിയരുത്. സർ, ഇല്ല. തന്റെ ശക്തി ചോർന്നു പോകുന്നത് പോലെ തോന്നിയ ഭദ്ര ഭിത്തിയിലൂടെ താഴേക്ക് വീർന്നു. ഇന്ദുചൂടൻ CI ജോൺ സക്കറിയെ വിളിച്ച് വിവരമറിയിച്ചു. അല്പം കഴിഞ്ഞാണ് CIയുടെ മറുപടി കിട്ടിയത്. ഇത്താപ്പ് മുതലാളി പറഞ്ഞുവിടുന്ന ഒരു ചാക്കോ അവിടെ എത്തും. 3 പെൺകുട്ടികളെയും അയാൾ കൊണ്ടുപോകുന്നതായി എഴുതി വാങ്ങണം. പക്ഷേ 2 പേരെ വിട്ടാൽ മതി. ഈ കഴിവറുടെ മോളെ എനിക്ക് കൂടി കാണണം സർ. ഇന്ദുചൂടൻ ഫോൺ വെച്ചു. പിന്നെ പുറത്തിറങ്ങി ശ്രീശ ഹോസ്പിറ്റലിലേക്ക് നടന്നു. കബനി നീന്തി കടന്ന് കൊളവള്ളിയിലെത്തിയ ഇന്ദ്രനെ കാത്ത് ഒരു ജീപ്പിൽ കൂക്കർ ഇരിപ്പുണ്ടായിരുന്നു. വേഗം വാ. അവൻ ജീപ്പിൽ ചാടിക്കയറി. ജീപ്പ് ശരം പോലെ പാഞ്ഞു. അതിനിടെ കൂക്കർ അറിയിച്ചു. ഇന്ദ്രൻ വിഷമിക്കരുത്. SI ഇന്ദുചൂടൻ അമ്മച്ചിയെ ചവിട്ടി. അമ്മച്ചി പുൽപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയിലാ. കുമാരേട്ടനും മറ്റുമുണ്ട് കൂടെ. അത് കേട്ട് കിടുങ്ങിപ്പോയി ഇന്ദ്രൻ. പിന്നെ ബാക്കി പറയാതെ കൂക്കർ നിർത്തി. പറയടാ, എന്തും കേൾക്കാനുള്ള കരുത്ത് നേടിക്കൊണ്ടിരിക്കുക ഞാൻ. അവന്റെ പല്ലുകൾ ഞെരിഞ്ഞുടയുന്നത് പോലെ ഒരു ശബ്ദം കൂക്കർ കേട്ടു. നമ്മുടെ ചാക്കോച്ചേട്ടനെ ഇത്താപ്പ് മുതലാളിയുടെ ആൾക്കാർ പിടിച്ചോണ്ട് പോയി. എന്തിനാ? ഒന്നും അറിയത്തില്ല. ഒരു വണ്ടി നിറച്ച് ഗുണ്ടകൾ വന്നു. കടയെന്നാ പിടിച്ചിറക്കി കൊണ്ടുപോയത്. ഇന്ദ്രന്റെ ഞരമ്പുകൾ പിടച്ചു മുറുകിക്കൊണ്ടിരുന്നു. ബാക്കിയുള്ളവരൊക്കെ എന്തിയെ? പുൽപ്പള്ളിയിലേക്ക് പോയേക്കുക. ആ. ജീപ്പിന്റെ വെളിച്ചത്തിൽ പിന്നിലേക്ക് ഓടി മറിയുന്ന കാപ്പിത്തോട്ടത്തിലേക്ക് നോക്കി ഇന്ദ്രൻ ഇരുന്നു. പിന്നെ എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ പറഞ്ഞു. പോലീസിന് വേണ്ടത് എന്നെയല്ലേ? വണ്ടി നേരെ സ്റ്റേഷനിലേക്ക് വിട്. ലക്ഷ്മിയും ഭദ്രയും അരുണയും അവിടെ കിടന്നുകൂടാ. കൂക്കർ ഭീതിയോടെ വിളിച്ചു. നിന്നെ കിട്ടിയാൽ പോലീസുകാർ കയ്യും കെട്ടി നോക്കിയിരിക്കുമോ? ഇല്ല, അവരെന്നെ ഇഞ്ചപരുവത്തിൽ തല്ലിച്ചതച്ചേക്കും. എന്നാലും സഹോദരിമാരെ രക്ഷിക്കാൻ കഴിയാത്ത സഹോദരനാകാൻ എനിക്ക് വയ്യടാ. അവന്റെ ശബ്ദം ചിലമ്പി. ഇപ്പോൾ ഞാൻ അച്ഛന്റെ സ്ഥാനത്താ. അവരെ സംരക്ഷിക്കേണ്ടത് ഞാനാ. ജീപ്പ് ഓടിക്കൊണ്ടിരുന്നു. പുൽപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ 2ാമത്തെ സെല്ലിലേക്ക് ഒറ്റയ്ക്ക് ഭദ്രയെ മാറ്റി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോ സ്റ്റേഷന് മുന്നിലെ റോഡിൽ വന്നു നിന്നു. അതിൽ നിന്ന് ചാക്കോച്ചേട്ടൻ ഒരു യന്ത്രം കണക്കെ ഇറങ്ങി. വിറപൂണ്ട കാലുകളോടെ സ്റ്റേഷനിലേക്ക് നടന്നു. പാറാവുകാരൻ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്താടോ? ഏമാനെ കാണണം. ആഹാ, ചെല്ല്. ചാക്കോച്ചേട്ടൻ അകത്തേക്ക് കയറി. ആദ്യമായാണ് പോലീസ് സ്റ്റേഷൻ കയറുന്നത്. അതിൻ്റെതായ ഭീതിയും പരിഭ്രമവും ആ മുഖത്ത് നിഴലിച്ചു. കൊലമരത്തിലേക്ക് കയറുന്നത് പോലെ അയാൾ ചുറ്റും നോക്കി. 4-5 പോലീസുകാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ചെല്ലടോ, ഏമാൻ അവിടെയുണ്ട്. ഒരാൾ ക്യാബിന് നേരെ കൈ ചൂണ്ടി. ചാക്കോ ഹാഫ് ഡോറിന് മുന്നിലെത്തി. കേറി വാ. അകത്തുനിന്ന് കനത്ത ശബ്ദം. ചാക്കോ ചേട്ടൻ പതുക്കെ അകത്തേക്ക് തലനീട്ടി. എടോ, ഇങ്ങോട്ട് വരാൻ. ചാക്കോ ഭയന്നു പോയി. പെട്ടെന്ന് അകത്തെത്തി. എന്താ വന്നത്? ഞാൻ ഇന്ദ്രന്റെ പെങ്ങന്മാരെ. ഓ, ഐ സി. അവനെവിടെ ഇന്ദ്രൻ? അറിയത്തില്ല സാറേ. ഇന്ദുചൂടൻ ചിന്തിക്കുന്നതായി ഭാവിച്ച് അല്പനേരം ഇരുന്നു. ശരി, അവർ സ്ത്രീകളായതുകൊണ്ട് മാത്രം ഇറക്കി വിടുകയാ ഞാൻ. തന്റെ കൂടെ സൂക്ഷിച്ച് വീട്ടിൽ കൊണ്ടാക്കണം. പക്ഷേ ഇന്ദ്രൻ മടങ്ങി വന്നാലുടൻ ഞങ്ങളെ താൻ വിവരമറിയിക്കണം. അറവ് മാടിനെ പോലെ ചാക്കോ തലയാട്ടി. ശരി, അവരെ കൊണ്ടുപോകുന്നതായി എഴുതി കൊടുത്തിട്ട് വിളിച്ചോണ്ട് പൊയ്ക്കോ. ഒരിക്കൽ കൂടി തലയാട്ടിക്കൊണ്ട് ചാക്കോ പുറത്തിറങ്ങി. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പേപ്പറിൽ പോലീസുകാർ കാണിച്ച ഭാഗത്തൊക്കെ ചാക്കോ ഒപ്പിട്ടു. തുടർന്ന് ലക്ഷ്മിയെ അരുണയും പോലീസുകാർ അയാളുടെ മുന്നിൽ കൊണ്ടുവന്നു. പൊയ്ക്കോ. ചാക്കോ ശങ്കിച്ചു നിന്നു. ഭദ്രകുഞ്ഞ്. ഇവർ 2 പേരുടെ കാര്യത്തിലെ തീരുമാനമായിട്ടുള്ളൂ. ഇവരെ കൊണ്ടുപോകുന്നതായി മാത്രമേ താൻ എഴുതി തന്നിട്ടുള്ളൂ. പോലീസുകാർ ഗൂഢമായി ചിരിച്ചു. സാറേ, ഭദ്രയെ കൂടെ വിടു സാറേ. ലക്ഷ്മി പോലീസുകാരെ തൊഴുതു. അവളുടെ കവളിൽ കണ്ണീർ ഒലിച്ചിറങ്ങിയ പാടുകൾ ഉണങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അവള് കാണിച്ച തെമ്മാടിത്തരം നിങ്ങൾ കണ്ടതല്ലേ? രവി സാറിന് എന്ത് സംഭവിക്കും എന്നറിഞ്ഞിട്ടേ അവളെ വിടാൻ പറ്റത്തുള്ളൂ. പോലീസുകാർ തീർത്തു പറഞ്ഞു. ലക്ഷ്മിയും അരുണയും എത്ര നിർബന്ധിച്ചിട്ടും അവർ വഴങ്ങിയില്ല. ഇത്താപ്പ് മുതലാളിയുടെ വാക്കുകൾ ചാക്കയുടെ കാതുകളിൽ തങ്ങി നിൽപ്പുണ്ടായിരുന്നു. അയാൾ ലക്ഷ്മിയെയും അരുണയെയും നിർബന്ധിച്ചു കൊണ്ടുപോയി. ഇന്ദുചൂടൻ ആ വിവരം അപ്പോൾ തന്നെ ഇത്താപ്പുവിനെ വിളിച്ചറിയിക്കുകയും ചെയ്തു. ഇങ്ങോട്ട് വന്ന ഓട്ടോയിൽ തന്നെ ചാക്കോ പെൺകുട്ടികളുമായി മടങ്ങി. ഉദ്ദേശം 1 കിലോമീറ്റർ പിന്നിട്ട് കാണും. വിജനമായ വഴി. പൊടുന്നനെ പിന്നിൽ നിന്ന് 4 പ്രകാശഗോളങ്ങൾ കുതിച്ചു വന്നു. ഓട്ടോ ഡ്രൈവർ വേഗത കുറച്ചു. അതിനിരുവശത്തുകൂടിയും 2 ജീപ്പുകൾ ഇരച്ച് മുന്നിൽ കടന്നു. ആരോ പോലെ അത് ഓട്ടോയുടെ മുന്നിൽ പരസ്പരം ചേർന്ന് നിന്നു. ഓട്ടോ നിർത്തി. ഡ്രൈവർ തല പുറത്തേക്ക് നീട്ടി. ജീപ്പുകളിൽ നിന്ന് കുറെ പേർ ചാടിയിറങ്ങി. അവർ ചാക്കോച്ചേട്ടനെ വലിച്ചു പുറത്തിറക്കി. ഒരടി കൊടുത്ത് ഇരുട്ടിലേക്ക് തള്ളി. പിന്നെ ലക്ഷ്മിയെയും അരുണയെയും വലിച്ചിറക്കി. ചീ, വിടിനടാ. അരുണ ചീറി. മിണ്ടരുത്. 2നെയും വലിച്ചു കീറും ഞങ്ങൾ. അവർ പെൺകുട്ടികളെ ജീപ്പിലേക്ക് വലിച്ചു കയറ്റാൻ ഭാവിച്ചു. പെട്ടെന്ന് മുന്നിലെ റോഡിൽ നിന്ന് ഒരുപാട് വണ്ടികൾ വരുന്നത് പോലെ തോന്നി.
ജീപ്പിൽ വന്നവർ നെറ്റിച്ചുളിച്ചു. പരസ്പരം നോക്കി. വന്നുകൊണ്ടിരുന്നത് ഓട്ടോകളായിരുന്നു. ജീപ്പുകൾക്ക് മുന്നിൽ അവ നിരന്നു. 10-15 ഓട്ടോകൾ. സീതാ മൗണ്ടിൽ കിടന്ന് ഓടുന്ന ഓട്ടോകളാണ് അതെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവയിൽ നിന്ന് 3-4 പേർ വീതം പുറത്തു ചാടി. കൈകളിൽ കുറുവടികളും മറ്റും ഇരിക്കുന്നത് ജീപ്പിന്റെ വെളിച്ചത്തിൽ അവർ കണ്ടു. ജീവൻ വേണ്ടവർ ഓടിക്കോടാ, ചാക്കൻ അലറി. ഗുണ്ടകൾ പതറിപ്പോയി. ഇത്രയും പേരോട് അടിച്ചു നേടാൻ കഴിയില്ലെന്ന് അവർക്കുറപ്പായി. ജനകീയ സേനയിലെ ഭൂരിഭാഗം ആൾക്കാരുമുണ്ട് അക്കൂട്ടത്തിൽ. ലക്ഷ്മിയെയും അരുണയെയും ഉപേക്ഷിച്ച് അവർ ജീപ്പുകളിൽ ചാടി കയറി. അവ ഇരമ്പി പിന്നോട്ട് നീങ്ങി. അവിടെയിട്ട് തന്നെ തിരിച്ചു. പിന്നെ വന്ന വഴിയെ പുൽപ്പള്ളി ഭാഗത്തേക്ക് ഓടി. ആരവത്തോടെ ജനകീയ സേനക്കാർ പെൺകുട്ടികളെ എതിരേറ്റു. ഇരുട്ടിൽ നിന്ന് ചാക്കോച്ചേട്ടന് അവർക്കടുത്തെത്തി. ഭദ്രയന്തിയെ അപ്പോഴാണ് ജംബു തിരക്കിയത്. അവളെ വിട്ടില്ല. ചാക്കോ ഉണ്ടായ കാര്യം പറഞ്ഞു. കൂട്ടത്തിൽ തന്നെ എന്തിനാണ് ഇത്താപ്പ് പിടിച്ചു കൊണ്ടുപോയതെന്നും ജനകീയ സേനക്കാർ കൂടി ആലോചിച്ചു. ഏതായാലും ലക്ഷ്മിയെയും അരുണയെയും ഒറ്റയ്ക്ക് ആ വീട്ടിൽ കൊണ്ടുപോയി വിടണ്ട, ചാക്കൻ പറഞ്ഞു. ഇന്ദ്രൻ മടങ്ങിയെത്തുന്നതുവരെ ഇവരെ സൂക്ഷിക്കണം. ഏതാനും ഓട്ടോകൾ അവരുമായി മടങ്ങാൻ തീരുമാനിച്ചു. ബാക്കിയുള്ളവ പുൽപ്പള്ളിയിൽ തങ്ങാനും. ഈ നേരത്ത് മറ്റൊരു ജീപ്പ് അവിടെ എത്തി. അതിൽ നിന്ന് ഇന്ദ്രൻ ചാടിയിറങ്ങി. ഏട്ടാ, അവനെ കണ്ടതും ഒരാർത്തനാദത്തോടെ ലക്ഷ്മി ആ നെഞ്ചിലേക്ക് വീണു. കരയാതെ മോളെ. അവൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഭദ്രയെ പോലീസ് വിട്ടില്ലേ ഏട്ടാ? ഇന്ദ്രന്റെ കണ്ണുകളിൽ ഒരു മിന്നൽ പുളഞ്ഞു. സാരമില്ല ലക്ഷ്മി, ഇനിയുള്ള കാര്യം ഏട്ടൻ നോക്കിക്കൊള്ളാം. അവൻ അവളെയും അരുണയെയും ജനകീയ സേനയിലെ കുറെ പേരുടെ അകമ്പടിയോടെ അവിടെ നിന്ന് നീക്കി. അനന്തരം പറഞ്ഞു, ചാക്കോ, ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ കുറെ പേർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കാണണം. അവിടുത്തെ ഓരോ നീക്കവും നിരീക്ഷിക്കണം. പിടികൊടുക്കും മുൻപ് എനിക്ക് അമ്മച്ചിയെ ഒന്ന് കാണണം. ചാക്കൻ സമ്മതിച്ചു. കൂക്കറെ, പോകാം. ഇന്ദ്രൻ വീണ്ടും ജീപ്പിൽ കയറി. അത് പുൽപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കുതിച്ചു. ലക്ഷ്മിയെയും അരുണയെയും ചാക്കോയുടെ ഒപ്പം വിട്ടയച്ചു എന്ന് ഇന്ദുചൂടൻ വിളിച്ചു പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഇത്താപ്പ് മുതലാളി യാത്രയ്ക്കായി സിറ്റൌട്ടിലേക്ക് വന്നു. വൈര, വണ്ടി ഇറക്കിക്കോ. വൈരൻ ബെൻസിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കടന്നിരുന്നു. ഗുണ്ടകൾ ജീപ്പിലും കയറി. ആ നിമിഷത്തിലാണ് ഇത്താപ്പിന്റെ സെൽഫോൺ ശബ്ദിച്ചത്. അയാൾ അറ്റൻഡ് ചെയ്തു. നിമിഷത്തിനുള്ളിൽ ആ മുഖത്ത് നടുക്കം ബാധിച്ചു. വൈര. എന്തോ പന്തികേട് തോന്നിയ വൈരൻ കാറിൽ നിന്ന് തിരിച്ചിറങ്ങി. എന്താ മുതലാളി? ബൈരക്കുപ്പയെന്നാടാ വിളിച്ചത്. കൃഷ്ണനും പാഞ്ചാലിയും രക്ഷപ്പെട്ടു. വീടിന് തീയിട്ടിട്ട്. ഈശ്വര, കാളിയപ്പൻ എന്തിയെ? അവനും ചത്ത് തൊലഞ്ഞെന്നാ തോന്നുന്നത്. വൈരൻ നെഞ്ചത്ത് കൈവച്ചു. ഇപ്പോഴങ്ങോട്ട് പോകണം മുതലാളി? വേണ്ട. ഇത്താപ്പുവിന്റെ മുഖം മാറി. രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കൃഷ്ണനെയും പാഞ്ചാലിയും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് അന്വേഷണം നാളെ മതി. നമ്മുടെ ഈ യാത്ര മുടക്കണ്ട. ഉറച്ച തീരുമാനത്തോടെ അയാൾ മുറ്റത്തിറങ്ങി. വീണ്ടും ഫോൺ ശബ്ദിച്ചു. നാശം. പല്ല് കടിച്ചുകൊണ്ട് ഇത്താപ്പു ഫോൺ കീശയിൽ നിന്നെടുത്തു. രണ്ടാമത്തെ നടുക്കം കൊള്ളിക്കുന്ന വാർത്തയായിരുന്നു അത്. ജനകീയ സേനാക്കാർ ലക്ഷ്മിയെയും അരുണയെയും രക്ഷപ്പെടുത്തിയ വാർത്ത. നായ്ക്കളെ, നിന്നെയൊക്കെ എന്തിനു കൊള്ളാമടാ? ഇത്താപ്പു ഫോൺ സിറ്റൌട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. അത് ചിതറിപ്പോയി. SI ഇന്ദുചൂടൻ വീണ്ടും CI ജോൺ സക്കറിയെ വിളിച്ചു. സർ, രവിശങ്കർക്ക് കുഴപ്പമില്ല. ശിരസിൽ സ്റ്റിച്ചിട്ടു കഴിഞ്ഞു. എങ്കിലും ഇന്നു രാത്രി ശ്രീശയിൽ തന്നെ കിടക്കട്ടെ. മറ്റേ പെൺപിള്ളാരെ ഇവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. ഭദ്രയെ എന്തു ചെയ്യണം? അവളെ നേരെ ബത്തേരിയിലേക്ക് കൊണ്ടുവാ. ഫോറസ്റ്റ് ഓഫീസിന്റെ ഭാഗത്ത് ഒരു ആംബുലൻസ് കിടപ്പുണ്ടാവും. അവളുമായി നീ അതിൽ കയറണം. സർ, എങ്കിലിനി വൈകണ്ട. സർ. ഫോൺ വെച്ചിട്ട് ഇന്ദുചൂടൻ വനിതാ പോലീസുകാരെ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകി. അവർ ഭദ്രയെ ഇട്ടിരുന്ന സെല്ലിലേക്ക് ചെന്നു. അഴിഞ്ഞുലഞ്ഞ മുടിയുമായി ഭിത്തിയിൽ ചാരി കാലുകൾക്കിടയിലേക്ക് മുഖം പൊഴുത്തി ഇരിക്കുകയായിരുന്ന ഭദ്ര തലയുയർത്തി. എഴുന്നേൽക്കടി. ഒരു പോലീസുകാരി കൈ കാണിച്ചു. അവൾ അനങ്ങിയില്ല. നിനക്ക് കാത് കേൾക്കത്തില്ലേടി? രണ്ടാമത്തെ പോലീസുകാരി അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചുയർത്തി. അടുത്ത നിമിഷം അവളുടെ വായ്ക്ക് കുറുകെ ഒരു പ്ലാസ്റ്റർ ഒട്ടിക്കപ്പെട്ടു. കൈകൾ പിന്നിലേക്കാക്കി വിലങ്ങിടുകയും ചെയ്തു. പിന്നീട് പുറത്തേക്ക് തള്ളിക്കൊണ്ടു പോയി. പുൽപ്പള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുന്നിൽ ജീപ്പ് നിന്നു. ഇന്ദ്രനും കൂക്കറും ഇറങ്ങി. പരിസരം ഏതാണ്ട് വിജനമായിരുന്നു. മരുന്നുകളുടെയും വേസ്റ്റിന്റെയും സമ്മിശ്ര ഗന്ധം. വാ. ഇന്ദ്രൻ മുന്നിൽ നടന്നു. പിന്നാലെ കൂക്കറും. അവർ വരാന്തയിലേക്ക് കാൽ വെച്ചതേയുള്ളൂ. പുറത്തേക്ക് വേഗത്തിൽ വരികയായിരുന്നു നെല്ലിലാൽ കുമാരൻ. അവരെ കണ്ടതും പെട്ടെന്ന് നിന്നു. കുമാരേട്ടാ, എന്റെ അമ്മ. ഇന്ദ്രൻ അയാളുടെ കൈകളിൽ പിടിച്ചു. കുമാരൻ അവന്റെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി. വാ, പറയാം. അയാൾ ഇരുവരെയും കൂട്ടി നടന്നു. കാഷ്വാലിറ്റിക്കരികിലുള്ള ഒരു മുറിയുടെ വാതിൽക്കലെത്തി. സീതാ മൗണ്ടിലെ ചില പരിചിത മുഖങ്ങൾ അവൻ അവിടെ കണ്ടു. കുമാരൻ അവനെ അകത്തേക്ക് നയിച്ചു. അവിടെ ഇന്ദ്രൻ ഇടിമിന്നലേറ്റതുപോലെ ഒരു മാത്ര നിന്നു. മുന്നിലെ മേശയിൽ വെള്ളത്തുണി മൂടിയ ഒരു ശരീരം. ഇന്ദ്ര. കുമാരൻ പതുക്കെ അവന്റെ തോളിൽ തൊട്ടു. ശൂന്യാകാശത്ത് അകപ്പെട്ടതുപോലെ അവൻ വേച്ച് വേച്ച് മുന്നോട്ട് നീങ്ങി.
വിറപൂണ്ട വിരലുകൾ കൊണ്ട് ആ തുണി പതുക്കെ താഴേക്ക് മാറ്റി. ശിരസിൽ ഒരു കൊടുങ്കാറ്റിരമ്പി. അമ്മയുടെ വിറങ്ങലിച്ച മുഖം. അമ്മേ! ആ നിലവിളിയിൽ ആശുപത്രി കിടുങ്ങി. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ സുശീലയുടെ ചേതനേറ്റ ശരീരത്തിലേക്ക് വീണു. അമ്മേ, ഞാൻ കാരണം അമ്മ. അവൻ ആ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. കീശയിൽ മൊബൈൽ ശബ്ദിക്കുന്നത് അവൻ കേട്ടില്ല. ഒരു വട്ടം ബെല്ലടിച്ച് നിന്നു. അടുത്ത നിമിഷം വീണ്ടും ശബ്ദിക്കാൻ തുടങ്ങി. കൂക്കർ മുന്നോട്ട് നീങ്ങി ആ ഫോണെടുത്തു. നമ്പർ നോക്കിയിട്ട് കാതോട് ചേർത്തു. അപ്പുറത്തു നിന്ന് പറഞ്ഞത് മുഴുവൻ കേട്ടില്ല കൂക്കർ. അതിനു മുൻപ് അവൻ അലറി വിളിച്ചു, ഇന്ദ്ര! കൂക്കറിന്റെ വിളിയിൽ ഇന്ദ്രന് അപകടം മണത്തു. നടുക്കത്തോടെ അവൻ എഴുന്നേറ്റു. എന്താ കൂക്കറെ? നമ്മുടെ ഭദ്രയെ എസ്.ഐ ഇന്ദുചൂടൻ. തിടുക്കത്തിൽ അവൻ കാര്യം പറഞ്ഞ് കേൾപ്പിച്ചു. തട്ടിപ്പറിക്കും പോലെ ഇന്ദ്രൻ കൂക്കറിന്റെ കയ്യിൽ നിന്ന് തന്റെ സെൽഫോൺ വാങ്ങി. അപ്പുറത്ത് ജംബു ആയിരുന്നു. ജംബു! എന്തു വേണം? ഞങ്ങൾ ചാകാനും കൊല്ലാനും ഒരുങ്ങി നിൽക്കുവാ ഞങ്ങള്. നിങ്ങളായിട്ട് ഒന്നും വേണ്ട. ഞാനിതാ വരികയാ. എനിക്ക് വേണം അവനെ. ഇന്ദ്രന്റെ പല്ലുകൾ ഞെരിഞ്ഞു. ഭദ്രയ്ക്ക് ഒന്നും പറ്റരുത്. നിങ്ങൾ പിന്നിലുണ്ടാവണം. ഫോൺ ഓഫ് ചെയ്ത് കീശയിലിട്ടുകൊണ്ട് ഇന്ദ്രൻ നെല്ലിലാൽ കുമാരന്റെയും മറ്റും നേരെ തിരിഞ്ഞു. കുമാരേട്ടാ, ഞാൻ തിരിച്ചു വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്റെ അമ്മ മരിച്ചത് എസ്.ഐ ഇന്ദുചൂടന്റെ ചവിട്ട് കൊണ്ടിട്ട് തന്നെയാ. അതുകൊണ്ട് ആരൊക്കെ നിർബന്ധിച്ചാലും ഈ ശരീരം ഇവിടെ നിന്ന് മാറ്റരുത്. ഇല്ല ഇന്ദ്ര, നീ പോയിട്ട് വാ. കാക്കിയിട്ട ആ പട്ടിയെ കയ്യിൽ കിട്ടിയാൽ മേലുകീഴും നോക്കണ്ട. വലിച്ചു കീറിക്കോ. പണ്ട് ഷാപ്പ് നടത്തിയിട്ടുള്ളവനാ ഞാൻ. ആ ചങ്കുറപ്പ് ഇപ്പോഴുമുണ്ട്. വേണമെങ്കിൽ നിന്റെ കൂടെ ഞാനും വരാം. അത് വേണ്ട, കുമാരേട്ടൻ ഇവിടെ തന്നെ ഉണ്ടാവണം. ഇന്ദ്രൻ കൂക്കറെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പാഞ്ഞു. കൂക്കറും ഒപ്പം ചെന്നു. ആശുപത്രി മുറ്റത്തെ മണൽത്തരികളെ പിന്നോട്ട് തള്ളിക്കൊണ്ട് ജീപ്പ് പാഞ്ഞു. ആ നേരത്ത് പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള ട്രാഫിക് പോസ്റ്റിന് അരികിൽ നിന്ന് വലത്തേക്ക് വെട്ടിത്തിരിഞ്ഞ പോലീസ് ജീപ്പ് മാർക്കറ്റ് പിന്നിട്ട് ബത്തേരി ഭാഗത്തേക്ക് പായുകയായിരുന്നു. ജീപ്പിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ എസ്.ഐ ഇന്ദുചൂടൻ തന്നെയാണ്. ജീപ്പിന് പിന്നിലെ പടുത അഴിച്ചു താഴ്ത്തിയിട്ടിരിക്കുകയാണ്. അവിടെ കൈകാലുകൾ ബന്ധിച്ച നിലയിൽ സീറ്റുകൾക്കിടയിൽ കിടക്കുകയാണ് ഭദ്ര, അറവ് മാടിനെ പോലെ. ശബ്ദം പുറത്തു വരാതിരിക്കാൻ അവളുടെ വായ്ക്ക് മുകളിൽ വീതിയുള്ള സെല്ലോ ടേപ്പ് ഒട്ടിച്ചിരിക്കുകയാണ്. ഒരു വളവ് വീശിയെടുക്കുമ്പോൾ പിന്നിൽ ബലിമൃഗത്തിൻ്റെത് പോലെ ഒരു പിടച്ചിൽ കേട്ട് നേർത്ത ചിരിയോടെ ഇന്ദുചൂടൻ തിരിഞ്ഞു നോക്കി. നിന്റെ പിടച്ചിൽ മാറ്റാൻ തന്നെയാടി കൊണ്ടുപോകുന്നത്. പോലീസുകാരന്റെ തല തല്ലിപ്പൊട്ടിച്ച നിനക്ക് പരമോന്നത ബഹുമതി തന്നില്ലെങ്കിൽ മഹിളാ വിമോചന സംഘടനക്കാർക്ക് എന്തു തോന്നും? അതുകൊണ്ട് പരമവീര ചക്രം തന്നെ തന്നേക്കാമടി. എന്നിട്ട് സ്വയം അഭിമാനിക്കുന്ന മട്ടിൽ ഒന്ന് തലയാട്ടി. പൊടുന്നനെ ഡ്രൈവിംഗ് സീറ്റിന്റെ വലതുഭാഗത്തെ റിയർ വ്യൂ മിററിൽ ഒരു വെളിച്ചം പതിഞ്ഞു. പിന്നിലെ പടുത താഴ്ത്തിയിട്ടിരിക്കുകയായതിനാൽ അയാൾ തല പുറത്തേക്ക് നീട്ടി നോക്കി. കുറെ അകലെയായി ഒരു വാഹനം വരുന്നുണ്ട്. കാര്യമാക്കിയില്ല. ഈ രാത്രിയുടെ അവശേഷിക്കുന്ന യാമങ്ങൾ എങ്ങനെയൊക്കെ ആസ്വദിക്കണമെന്ന് കണക്ക് കൂട്ടുകയായിരുന്നു ഇന്ദുചൂടൻ. വീടുകൾ കുറഞ്ഞു തുടങ്ങി. ഇരുഭാഗത്തും മുളങ്കാടുകൾ. അവയിലൂടെ പ്രകാശം ഇഴഞ്ഞുപോയി. പോലീസ് ജീപ്പ് ചെതലയും പിന്നിട്ടു. ഇന്ദുചൂടന്റെ നെറ്റി ചുളിഞ്ഞു. ഒരിക്കൽ കൂടി അയാൾ തല പുറത്തേക്ക് നീട്ടി നോക്കി. പിന്നിൽ വന്നുകൊണ്ടിരുന്ന ജീപ്പ് ഇപ്പോൾ വളരെ അടുത്താണ്. എന്നാൽ അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു ജീപ്പ് ഇരമ്പിക്കയറി വരുന്നു. ആ വരവിൽ എസ്.ഐക്ക് പന്തികേട് തോന്നി. അയാൾ ഒന്നുകൂടി ആക്സിലേറ്റർ ഞെരിച്ചു. പിന്നിലെ ജീപ്പിന് സൈഡ് കൊടുക്കാതെ പോലീസ് ജീപ്പ് വലത്തേക്ക് നീക്കി. ഇപ്പോൾ 3 ജീപ്പുകളും ഒരേ വേഗത്തിലാണ് ഓടുന്നത്. റോഡും പരിസരവും തീർത്തും വിജനം. റോഡ് മുറിച്ചു കടന്ന് ഒരു കാട്ടുമുയൽ ഓടിപ്പോയി. പോലീസ് ജീപ്പിന് പിന്നിൽ വന്ന് ജീപ്പ് അക്ഷമയോടെ ഹോണടിച്ചു തുടങ്ങി. ഇന്ദുചൂടൻ അത് ചെവികൊണ്ടില്ല. വീതിയേറിയ റോഡാണ്. ഞൊടിയിടയിൽ മധ്യഭാഗത്തെ ജീപ്പിന്റെ ലൈറ്റണഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് ഇന്ദുചൂടന് വ്യക്തമായില്ല. അതിനു മുൻപേ ഇടതുവശത്തുകൂടി അത് മുന്നിൽ കടന്നു. ഇന്ദുചൂടൻ കിടുങ്ങിപ്പോയി. മുന്നിലെ ജീപ്പ് വെട്ടിത്തിരിഞ്ഞ് റോഡിന് കുറുകയായി. ഇന്ദുചൂടൻ ബ്രേക്ക് ആഞ്ഞു ചവിട്ടി. ടയറുകൾ റോഡിൽ ഉരഞ്ഞ ശബ്ദത്തിൽ മുളങ്കാടുകൾ വിറച്ചു. ഞൊടിയിടയിൽ എസ്.ഐ ജീപ്പ് പിന്നോട്ടെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒന്നനക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പിന്നിലും ജീപ്പ് വന്നു നിന്ന് കഴിഞ്ഞിരുന്നു. മുണ്ട് മടക്കിക്കുത്തി ഇന്ദ്രൻ മുന്നിലെ ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങി. ഇന്ദുചൂടൻ വിറച്ചുപോയി. പോലീസ് ജീപ്പിനടുത്തെത്തിയ ഇന്ദ്രൻ ഒരലർച്ചയോടെ എസ്.ഐയെ കൈ ചുരുട്ടി ഇടിച്ചു. സീറ്റിലേക്ക് ചാഞ്ഞുപോയി ഇന്ദുചൂടൻ. ഇന്ദ്രൻ ജീപ്പിന്റെ എഞ്ചിൻ ഓഫാക്കി. പിന്നെ എസ്.ഐയെ പുറത്തേക്ക് വലിച്ചിട്ടു. കഴിവേറി മോനെ, നീ എന്റെ അമ്മയെ തൊഴിച്ചു കൊന്നു. എന്റെ പെങ്ങളെ ഈ പാതിരാത്രിക്ക് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? മറുപടി പറയാൻ അവസരം കിട്ടിയില്ല എസ്.ഐക്ക്. അതിനു മുൻപ് അവൻ അയാളെ റോഡിലിട്ട് ചവിട്ടി ഞെരിച്ചു. കൂക്കറും ജംബുവുമൊക്കെ ഓടിയെത്തി. നിങ്ങൾ ഭദ്രയെ കൊണ്ടുപോയിക്കോ. എനിക്കിവനോട് ചിലത് ചോദിക്കാനും അറിയാനുമുണ്ട്. അകത്ത് ഒരു പിടച്ചിൽ കേട്ടു. പ്രാണവേദന എടുക്കുന്ന കാട്ടുമൃഗത്തിൻ്റെത് പോലെ ഒരു ശബ്ദം. വാ, പോയേക്കാം. ചിതലുകൾ അവരുടെ പണി തുടങ്ങട്ടെ. ക്രൂരമായ ഒരാനന്ദത്തോടെ ഇന്ദ്രൻ കൂക്കറയും വിളിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു. പത്തനാപുരം. അത്താഴം കഴിഞ്ഞ് കിടന്ന ശിവജി ഒരു വാഹനത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ എഴുന്നേറ്റു. ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി.
റോഡിൽ കുറച്ചകലെ ജീപ്പിന് പിന്നിലെ വെളിച്ചം കണ്ടു. അവൻ അങ്ങോട്ട് ചെന്നു. സത്താറെ, കേറിക്കോ. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് കൊടുവാൾ സത്താറിന്റെ സ്വരം കേട്ടു. അവനും മുൻസീറ്റിൽ കടന്നിരുന്നു. മറ്റാരും ജീപ്പിൽ ഉണ്ടായിരുന്നില്ല. ജീപ്പ് നീങ്ങി. മെയിൻ റോഡിലെത്തി അടൂർ ഭാഗത്തേക്ക് തിരിഞ്ഞു. സത്തിനേശൻ മുതലാളി തിരിച്ചു വന്നില്ലല്ലോ അല്ലേ? അവൻ ഒരു സിഗരറ്റ് കത്തിച്ചു. ഇല്ല. അപ്പോൾ വേലക്കാരി ഭവാനി ചത്തകാര്യം ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല? ഇല്ല. നല്ലത്. വിശ്വന്റെ ഗുണ്ടകൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ സത്തിനേശൻ വരുമ്പോൾ അങ്ങ് ചെന്നോളും. ബാക്കിയൊക്കെ പിന്നീട്. യുദ്ധം ജയിച്ച പോരാളിയെപ്പോലെ ശിവജി പിന്നോട്ട് ചാരിയിരുന്നു. കാര്യങ്ങൾ താൻ വിചാരിക്കുന്ന രീതിയിൽ തന്നെയാണ് നീങ്ങുന്നത്. ജീപ്പ് മാരൂർ കള്ളുഷാപ്പിനടുത്തെത്തി. സത്താർ വേഗത കുറച്ചു കൊടുത്തു. ജീപ്പ് ഇവിടെ ഇടണ്ട, നേരെ വിട്ടോ. സെല്ലിൽ മെസ്സേജ് തരാം ഞാൻ, അപ്പോൾ വന്നാ മതി. ശിവജി ജീപ്പിൽ നിന്നിറങ്ങി. പിന്നെ വരമ്പിലൂടെ ചിരപരിചിതനെ പോലെ അക്കരയ്ക്ക് പോയി. ഇരുളിൽ കുളിച്ചു നിന്നിരുന്ന ചെറിയ വീടോട് അടുക്കാറായതും അവൻ സെൽഫോൺ എടുത്ത് നമ്പർ കുത്തി. അപ്പുറത്ത് ബെൽ മുഴങ്ങി. ഞാനാ, വാതിൽ തുറന്നോളൂ. നിമിഷങ്ങൾക്കുള്ളിൽ ആ വീടിനുള്ളിൽ ചെറിയ വെളിച്ചം തെളിഞ്ഞു. വാതിലിന്റെ കൊളുത്ത് മാറ്റി. ശിവജി അകത്തേക്ക് കയറി വാതിലടച്ചു. മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ തന്റെ മുന്നിൽ നിൽക്കുന്ന റാണിയെ ആദ്യം കാണുന്നത് പോലെ അവൻ നോക്കി. മുഖത്ത് അല്പം തളർച്ച തോന്നുന്നുണ്ടെങ്കിലും സത്യനേശന്റെ മകൾക്ക് സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ടെന്ന് അവന് തോന്നി. അവളുടെ കണ്ണുകളിൽ ഒരു ചോദ്യചിഹ്നം തെളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ഇന്നും ശിവജി എന്നെ പറ്റിച്ചോ? ഹരി വന്നില്ലേ? അവളുടെ ശബ്ദത്തിൽ ഒരു പതർച്ച. ശിവജി ഒന്ന് ചിരിച്ചു. ഇന്ന് ഇവിടെ നിന്ന് റാണിക്ക് മോചനമാണ്. ഹരിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് നിന്നെ ഞാൻ. സൂര്യപ്രഭ പോലെ ഒരു തെളിച്ചം റാണിയുടെ മുഖത്തുണ്ടായി. കണ്ണുകളിൽ 1000 നക്ഷത്രങ്ങൾ തെളിഞ്ഞു. ശിവജി മുന്നോട്ട് നീങ്ങി. അവൾ അവന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. പറ, എനിക്ക് ചെയ്തു തന്നിട്ടുള്ള ഈ സഹായങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ഞാൻ തിരിച്ചു തരേണ്ടത്? ശിവജി ആ കണ്ണുകളിലേക്ക് നോക്കി. പ്രതിഫലം ചോദിക്കുന്നത് മോശമല്ലേ റാണി? അതും ഈ പാവപ്പെട്ടവൻ സത്യനേശൻ മുതലാളിയുടെ മകളോട്. അല്ല, അവൾ പറഞ്ഞു. ശിവജി എന്റെ ഹരിയെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ചങ്കപൊട്ടി ചത്തേനെ ഞാൻ. നീചനായ എന്റെ അച്ഛൻ അവിടെയും വിജയിച്ചേനെ. അതൊക്കെ ചുമ്മാ. അവൻ ചിരിച്ചു. എല്ലാ പെൺകുട്ടികളെയും പോലെ സത്യനേശൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരാളുടെ കഴുത്തിൽ മാല ചാർത്തിയേനെ റാണിയും. ഇല്ല, ഇല്ല. തന്റെ കൈകൾ പിൻവലിച്ച് ആവേശത്തോടെ അവൾ ചീറി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ എന്റെ ശവം മാത്രമേ കാണുമായിരുന്നുള്ളൂ. അവളെ അളക്കം മട്ടിൽ ശിവജി അടിമുടി ഒന്ന് നോക്കി. ക്രമാതീതമായി അവളുടെ നെഞ്ച് ഉയർന്നു താഴുന്നത് കണ്ടു. അതൊക്കെ പോട്ടെ, ശിവജി പറ, എന്താണ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടത്? എന്തു ചോദിച്ചാലും തരുമോ? കൗശലമായിരുന്നു അവന്റെ ശബ്ദത്തിൽ. തരും. റാണിക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കാനേ ഇല്ലായിരുന്നു. എങ്കിൽ ഞൊടിയിടയിൽ മുന്നോട്ടാഞ്ഞ അവൻ അവളെ കെട്ടിപ്പിടിച്ചു. എനിക്ക് നിന്നെ വേണം ഈ രാത്രിയിൽ. ശിവജി. കിടുങ്ങിപ്പോയി റാണി. അവനെ തള്ളിമാറ്റാൻ അവൾ ശ്രമിച്ചു. കഴിഞ്ഞില്ല. അതേ റാണി, ഇത്രയും കാലം നിന്നെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഇവിടെ താമസിപ്പിച്ചില്ലേ ഞാൻ? മുതലാളി ഈ വിവരം അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ കൊന്നുകളയുമായിരുന്നില്ലേ? മാത്രമോ, ഹരിയെ ഞാൻ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നിനക്കവനെ കിട്ടുമായിരുന്നോ? നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇത്രയുമൊക്കെ ചെയ്ത എനിക്ക് ഇങ്ങനെ ഒരു ഉപകാരമെങ്കിലും നീ ചെയ്തില്ലെങ്കിൽ. ഒരു കെട്ട് പൂവ് ഞെരിയും പോലെ ശിവജിയുടെ കൈകളിൽ റാണി ഞെരിഞ്ഞു. ശിവജി, പ്ലീസ്. അവന്റെ കൈകളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയില്ലെന്നുറപ്പായതും അവൾ കേണു തുടങ്ങി. ഹരിയോടൊത്ത് ജീവിക്കാൻ ഞാൻ എടുത്തുകൊണ്ടുവന്ന സ്വർണവും രൂപയും മുഴുവൻ നിനക്ക് തരാം ഞാൻ. പകരം എന്നെ കളങ്കപ്പെടുത്താതിരുന്നാൽ മാത്രം മതി. അതിനേക്കാളൊക്കെ വില നിനക്കാണ് റാണി. ഞാൻ കരുതുന്നത് അങ്ങനെയാ. എനിക്ക് വേണം നിന്നെ. അവളുടെ കവളിൽ അവൻ ബലമായി മുഖമുയർത്തി. പട്ടി. സർവശക്തിയും സമാഹരിച്ച് അവൾ കുതറി. അവന്റെ തോളിൽ കടിച്ചു. ഹാ! ശിവജിയുടെ പിടി അയഞ്ഞു. ചാട്ടുളിയുടെ വേഗത്തിൽ അവൾ പിന്നോട്ട് മാറി. നോക്ക്, അവൾ കൈ ചൂണ്ടി. നിന്നെ എന്റെ സഹോദരന്റെ സ്ഥാനത്താ ഞാൻ ഇതുവരെ കണ്ടത്. ഇങ്ങനെ ഒരാഗ്രഹം നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എപ്പോഴും ഞാൻ രക്ഷപ്പെട്ടു പോയേനെ. റാണി വല്ലാതെ കിതച്ചു. ഇനിയായാലും നിനക്ക് മാപ്പു തരാൻ ഞാനൊരുക്കമാ. എവിടെയാ എന്റെ ഹരി? നീ അത് മാത്രം പറഞ്ഞാൽ മതി. ഓഹോ! ശിവജി പുച്ഛിച്ചു. പറയാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? എങ്കിൽ നിന്റെ സേവനം മതി എനിക്ക്. അവൾ തന്റെ ഷോൾഡർ ബാഗ് കടന്നെടുത്തു. വിക്കടി അതവിടെ. ശിവജിയുടെ ഭാവം മാറി. വർഷങ്ങളായി നിന്റെ തന്തയോടുള്ള പക മനസ്സിൽ കൊണ്ടു നടന്ന ഞാൻ നിന്നെ സംരക്ഷിച്ചത് വെറുതെയാണെന്ന് കരുതിയോ നീ? എന്റെ പെങ്ങളെ കൊന്നവന്റെ പെങ്ങളായ നിന്നെ ഞാനിവിടെ കൊണ്ടുവന്നതും വെറുതെയാണെന്ന് കരുതിയോ നീ? അല്ലടി, അല്ല. എല്ലാം കണക്കുകൂട്ടി തന്നെയാ ഞാൻ ചെയ്തത്. ശിവജിയുടെ വാക്കുകളിൽ തീ പിടിച്ചു തുടങ്ങി. നിനക്കറിയാമോ, നിന്റെ ആങ്ങള വിശ്വനില്ലേ, ആ നാറി, അവനെ പരലോകത്തേക്ക് പാഴ്സ ചെയ്തു കഴിഞ്ഞു ഞാൻ. താമസിയാതെ നിന്റെ തന്തയെയും അങ്ങോട്ട് പറഞ്ഞു വിടും ഞാൻ. ഈശ്വര! റാണി പതറിപ്പോയി. കഥകൾ അവിടം കൊണ്ടും തീരുന്നില്ലടി. ഇനി നീ ഈ ശിവജിയുടെ ഭാര്യയാ. നിന്നെ നോക്കി ഒരു ഹരിയും ഒരിടത്തും കാത്തിരിപ്പില്ല.
അവന്റെ പേരിൽ നിനക്ക് കത്ത് തന്നോണ്ടിരുന്നത് ഞാനാ. അടുത്ത നടുക്കം. റാണിക്ക് തലകറങ്ങി. ശിവജിയുടെ വാക്കുകൾ പിന്നെയും കേട്ടു. നിന്റെ തന്ത കുഴിച്ചു മൂടാനായി തന്നുവിട്ട ഹരിയുടെ ശരീരത്തിൽ ജീവന്റെ തുടുപ്പുണ്ടെന്ന് ഞാൻ പോലും കരുതിയിരുന്നില്ല. പക്ഷേ ഒടുക്കത്തെ ആയുസായിരുന്നു അവന്. അവന്റെ അണ്ണാക്കിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തത് എന്റെ ഈ കൈകൾ കൊണ്ടാ. അവന്റെ കൈപ്പട മനസ്സിലാക്കാൻ വേണ്ടി അവനെക്കൊണ്ട് ഞാൻ നിനക്ക് കത്ത് എഴുതിപ്പിച്ചു. അവസാനം ഒന്നുകൂടി ചെയ്തടി. ഞാൻ നോട്ടമിട്ടിരുന്ന നിന്നെ അവന് കിട്ടാതിരിക്കാൻ അണ്ണാക്കിൽ തുണി കുത്തിത്തിരുകി ജീവനോടെ അവനെ ഞാൻ കുഴിച്ചിട്ടു. പോരെ? റാണിയിൽ നിന്ന് മറുപടി കിട്ടിയില്ല. കയ്യിലിരുന്ന അവളുടെ ഷോൾഡർ ബാഗ് പിടിവിട്ട് താഴെ വീണു. പിന്നെ ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ അതിന് മുകളിലേക്ക് അവളും മോഹാലസ്യപ്പെട്ട് വീണു. ക്രൂരമായ ഒരു ചിരിയോടെ യാതൊരു തിടുക്കവും കൂടാതെ അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് കിടക്കയിലേക്കിട്ടു. തുടരും.